പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൈകളിൽ നിന്ന് 2 സന്ദേശയാത്രയുടെ പതാക നായകന്മാർ ഏറ്റുവാങ്ങി അതിന്റെ പ്രയാണം തുടരുകയാണ്. ഒന്ന് ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനും സുപ്രഭാതം പത്രത്തിന്റെ ചെയർമാനുമായ ശൈഖുന കൂട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ഉത്തരമേഖല യാത്ര ഇന്നലെ വൈകുന്നേരം മംഗലാപുരത്ത് വെച്ചുകൊണ്ട് ഷെയ്ഖ് സുൽത്താൻ ബുഖാരി തങ്ങൾ അവരുടെ മഖബറ സിയാറത്തോടുകൂടി പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ദക്ഷിണ കേരള യാത്ര അതേസമയം തന്നെ സമസ്തയുടെ സെക്രട്ടറിയും ജാമിയ നൂരിയ അറബി കോളേജിന്റെ പ്രിൻസിപ്പലും അഖിലേന്ത്യാ യൂത്ത് സൊസൈറ്റിയുടെ സുന്നി യൂത്ത് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകുന്ന യാത്ര കന്യാകുമാരിയിൽ നിന്നുകൊണ്ട് പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 2 തലസ്ഥാനമാകുന്ന കർണാടകയിൽ നിന്നുകൊണ്ടും തമിഴ്നാട്ടിൽ നിന്നുകൊണ്ടും പ്രയാണം ആരംഭിച്ച യാത്ര നിരവധി സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രമേയം വിശദീകരിച്ചുകൊണ്ടും സമ്മേളനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടും 21-ാം തീയതി ആലപ്പുഴ വെച്ചുകൊണ്ട് സമാപിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷിക സമ്മേളനം ആലപ്പുഴ വെച്ചുകൊണ്ട് നടമ്പോൾ ചരിത്രപരമായ ഒട്ടേറെ പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഈ സമ്മേളനത്തിൽ 28ാമത് സമ്മേളനം നടക്കുമ്പോൾ സമസ്തയുടെ 28ാമത് സമ്മേളനം നടക്കുമ്പോൾ കഴിഞ്ഞ 27 സമ്മേളനങ്ങളും മലബാർ പ്രദേശത്ത് തൃശൂർ ജില്ലയുടെ ഇപ്പുറത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ. 9 പതിറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് തെക്കൻ കേരളത്തിലേക്ക് സമസ്തയുടെ സമ്മേളനം വ്യാപിപ്പിക്കുന്നത്. അതിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, മലബാർ പ്രദേശത്ത് ഒരു സ്ഥലത്ത് പോലും സമസ്തയുടെ ഒരു സമ്മേളനം നടത്താൻ പര്യാപ്തമാകുന്ന സ്ഥലമില്ല എന്നതുകൂടിയാണ്. കോഴിക്കോട് കടപ്പുറത്തിന്റെ 5 ഇരട്ടി വലിപ്പം വരുന്ന ആലപ്പുഴ കടപ്പുറം കേരളത്തിൽ അതുപോലെ സമ്മേളനം നാളിതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അത്തരമൊരു സമ്മേളനം നടക്കാൻ പോകുമ്പോൾ കേവലം ജനബാഹുല്യത്തിന്റെ പെരുമ പറഞ്ഞുകൊണ്ട് സമ്മേളനത്തിന്റെ അർത്ഥതലത്തെയും കാതലിനെയും വിസ്മരിച്ചുകൊണ്ടല്ല. ഒരു സമ്മേളനം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ചുകൂടി ലക്ഷക്കണക്കിന് രൂപകൾ നശിപ്പിച്ചുകൊണ്ട് എന്ന തെറ്റായ ഒരു ധാരണ സമൂഹത്തിലെ ചില ആളുകൾക്കെങ്കിലും ഉണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം നടക്കുന്നത് ഒരു മാമാങ്കമല്ല, അതൊരു കുട്ടിയാട്ടമോ നാട്യമോ അല്ല. ആദർശത്തെ വിശദീകരിച്ചു കൊടുക്കാനും സമസ്തയുടെ സംഘബലം മറ്റു സമൂഹത്തോട് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അതിനപ്പുറത്ത് മഹല്ലുകളിൽ ധാർമ്മിക സംസ്കരണങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുമുള്ള ക്രിയാത്മകമായിരിക്കുന്ന പ്രോജക്റ്റുകൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിന്റെ മുന്നോടിയായി തെക്കൻ കേരളത്തിൽ 40 ആർപിമാർ 3 മാസം ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് മഹല്ല് സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമാകുന്ന പ്രദേശങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്താനും മദ്യത്തിന് മയക്കുമരുന്നിനും അടിമപ്പെട്ട സമൂഹത്തെ കൗൺസിൽ നടത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ ധാർമ്മിക ചേരിയിലേക്ക് കൊണ്ടുവരാനും
അതിനപ്പുറത്ത് തീവ്രവാദ വലക്കണ്ണികളിൽ അകപ്പെട്ട യുവതയെ മാനവിക സൗഹൃദത്തിന്റെ സന്ദേശത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും വിലക്കെടുത്തും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മഹല്ലുകളെ പിടിച്ചടക്കിയതുകൊണ്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗത്തേക്ക് മഹല്ലുകളെ തിരിച്ചുകൊണ്ടുവരാനുമുള്ള വളരെ ക്രിയാത്മകമായിരിക്കുന്ന ചില പ്രോജക്റ്റുകൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് സമസ്തയുടെ 90ാം വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ നടക്കാൻ പോകുന്നത്. ആ സമ്മേളനത്തിന്റെ സന്ദേശമായ സമസ്ത ആദർശ വിശുദ്ധിയുടെ 90 ആണ്ട് എന്ന പ്രമേയം അത് വിശദീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ 2 മേഖല സന്ദേശ യാത്രകൾ സമസ്തയുടെ 2 ഉപനായകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് സന്ദേശത്തിന്റെ ആന്തോളനം സൃഷ്ടിച്ചുകൊണ്ട് സമസ്തയുടെ ജൈത്രയാത്ര നടത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും ചില ദുഃഖങ്ങൾ കൂടി അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രസ്ഥാനത്തിന്റെ സമകാലിക നായകരായ ശൈഖുന ആനക്കര സി കോയക്കുത്ത് ഉസ്താദും സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദും ഇന്ന് രോഗശയ്യയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് പെരിങ്ങത്തൂരിൽ അന്ത്യവിഷമം കൊള്ളുന്ന ശൈഖ് അലിയുൽ കൂഫി തങ്ങളവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ 2 മഹാന്മാരുടെ ലോകത്തെയും അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ദീർഘനാളോളം ഈ പ്രസ്ഥാനത്തെ നയിക്കാനുള്ള ആരോഗ്യം അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിനെ പരിപ്രേക്ഷ്യമായി സ്വീകരിച്ച പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സമവാക്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. വ്യാപകമായി ലോകത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പ്രോപ്പഗണ്ട ഒരു ഭാഗത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തിന്റെ ഇന്നലെ മുന്നാമ്പറകൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതിന്റെ തനിയാവർത്തനം. ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ പ്രചരണം ഇസ്ലാമിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇസ്ലാമോഫോബിയ എന്ന് പേരിട്ടുകൊണ്ട് ഇസ്ലാമിനെ പേടിക്കണം എന്ന തെറ്റായ ചില പ്രചരണം ഓറിയന്റിസ്റ്റുകളുടെ പിന്മുറക്കാരായ സാമ്രാജ്യത്വ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനെ ഭയപ്പെടണം, ഇസ്ലാമോഫോബിയ. ഇസ്ലാമിനെ ഭയപ്പെടേണ്ടതാണ്. മുസ്ലിമീങ്ങൾ അവിടെ ഉണ്ടാകും, അവിടെ അക്രമമുണ്ടാകും. അതുകൊണ്ട് മുസ്ലിം ടാവേറുകൾ ലോകത്തുണ്ടാകുന്നു. അതുകൊണ്ട് ഏതൊരു മനുഷ്യന്റെയും അരയിൽ തിരികെ വെച്ചിരിക്കുന്ന ബോംബ് ഏത് നിമിഷവും പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ പേടിക്കണം. ഈ രൂപത്തിലുള്ള ഒരു പ്രചരണം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. സമാധാനം പറയേണ്ട മതം, ഇസ്ലാം ഏതൊരു പ്രദേശത്തുണ്ടാകുന്നുവോ ആ പ്രദേശത്ത് സമാധാനമുണ്ടാകുമെന്നതാണ് ചരിത്രത്തിന്റെ ചരിത്ര വസ്തുതയെങ്കിൽ ലോകത്ത് ഇസ്ലാമായാൽ ഇസ്ലാം മതത്തിന്റെ ആളുകൾ കടന്നു വന്നാൽ സമാധാനപൂർണമായ ജീവിതം അവിടെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നതിന് പകരം മുസ്ലിമീങ്ങൾ എവിടെ ഉണ്ടാകുന്നുവോ അവിടെ കലാപരപ്പെടുമെന്നും ഇസ്ലാമിനെ എത്തിയോടുകൂടിയാണ് ഈ അടുത്ത തലമുറ കാണേണ്ടത് എന്നുമുള്ള തെറ്റായ ചില പ്രോപ്പഗണ്ട ലോകത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെയും തൽപര കക്ഷികളുടെയും ചില അജണ്ട അതിന്റെ പിന്നിലുണ്ട്. അമേരിക്ക കഴിഞ്ഞ ദിവസം ഗുജറാത്തിലേക്ക് ഒരു സംഘം ആയുധം, കഴിഞ്ഞ ദിവസം കുവൈറ്റിലേക്ക് ഒരു സംഘം ആയുധം കൊണ്ടുപോയതിനെ ചോർത്തി കൊടുത്തു. ഇസ്ലാമിക രാജ്യമായ അല്ലെങ്കിൽ ഇസ്ലാമിലെ ഖിലാഫത്തിന്റെ ശേഷം രാജവാഴ്ചയിലേക്ക് വഴുതിപ്പോയിട്ടുള്ള ഒരു രാജ്യമായ കുവൈറ്റ്, കേവലം മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ ഇട്ടാവട്ടത്തെ മാത്രം കറങ്ങി തീർക്കാവുന്ന ഒരു ഭൂപ്രദേശമാകുന്ന കുവൈറ്റ്. പക്ഷേ പടച്ച തമ്പുരാൻ വരദാനമായി കൊടുത്തിട്ടുള്ള പെട്രോളിന്റെയും എണ്ണയുടെയും ഖനി കൊണ്ട്
സമ്പൽ സമൃദ്ധി ആർജിച്ചിട്ടുള്ള കുവൈറ്റ്, ആയിരക്കണക്കിന് മലയാളി കുടുംബത്തിന്റെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന മണലാരണ്യത്തിന്റെ പ്രദേശമാകുന്ന കുവൈറ്റ്, ആ കുവൈത്തിനെ മൊത്തം നശിപ്പിക്കാൻ പറ്റുന്ന ആയുധത്തിന്റെ ശേഖരം കുവൈത്തിന്റെ കടപ്പുറത്ത്, കുവൈത്തിന്റെ തീരത്ത് നങ്കൂരമിട്ടു. കുവൈത്തിന്റെ ഒരു കരയിൽ വലിയ ഒരു ടാങ്കർ ലോറിയിലേക്ക് വഹിക്കാവുന്ന ആയുധം ഒരു കപ്പലിൽ കൊണ്ടുവന്നു. ആ ആയുധം വെച്ചുകൊണ്ട് കുവൈത്തിൽ പൊട്ടിച്ചാൽ കുവൈത്ത് മുഴുവനും നാമാവിശേഷമാകും, ഭസ്മമായി പോകുമെന്ന കാര്യം തീർച്ചയാണ്. അത്രമാത്രം ആയുധത്തിന്റെ വൻ ശേഖരം. അത് കടപ്പുറത്തേക്ക് അടുത്തു എന്ന് കണ്ടപ്പോഴേക്കും കുവൈത്തിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം കിട്ടുന്നു, കുവൈത്തിനെ നശിപ്പിക്കാവുന്ന ബോംബ് കുവൈത്തിന്റെ തീരത്ത് അണഞ്ഞിരിക്കുന്നു. പൊടുന്നനെ കുവൈത്തിന്റെ ആയുധം പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. പിന്നെ ചില വിവരങ്ങൾ ലോകത്തോടെ വന്നുകൊണ്ടിരിക്കുന്നു. ആ കുവൈത്തിലേക്ക് ആയുധം കൊണ്ടുവന്നവർ IS എന്ന് പറയുന്ന കൊടും ഭീകരവാദ സംഘടനയാണ്. ഇസ്ലാമിക പേര് സ്വീകരിച്ച, ഇസ്ലാമുമായി ബാലപാഠം പോലും പഠിക്കാത്ത, ഇസ്ലാമുമായി കുലബന്ധം പോലും ഇല്ലാത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഓമന പേരിട്ടിട്ടുള്ള IS ലോകത്ത് ഇറാഖിലും സിറിയയിലും ഇസ്ലാമികമായ പല രാജ്യങ്ങളിലും പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചു മക്കളെ പോലും അതിക്രൂരമായി കൊണ്ട് കൊന്നൊടുക്കി സായുജ്യമടഞ്ഞുകൊണ്ടിരിക്കുന്ന IS ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ബോംബ് വർഷിച്ചുകൊണ്ട് നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഡ്രാക്കുളയ്ക്ക് സമാനമാകുന്ന IS, ആ കൊടും ഭീകരവാദി സംഘടനയാണ് ഇറാഖിൽ നശിപ്പിക്കാൻ വേണ്ടി ഈ ആയുധം കൊണ്ടുവന്നത് എന്ന് കുവൈത്തിന് കണ്ടെത്തുന്നു. ആ ആയുധം IS-ന് കൊടുത്തതാരാ? IS-ന് ആയുധം കൊടുത്തിട്ടുള്ളത് സാക്ഷാൽ അമേരിക്കയാണ്. അമേരിക്ക ആയുധം കൊടുക്കുന്നു, അമേരിക്ക ആയുധം കൊടുത്തു ഇന്നാൾക്ക് എന്നതും അമേരിക്ക ചേർത്ത് കൊടുക്കുന്നു. രണ്ടും അമേരിക്കയാണ്. ഒരേ സമയത്ത് ഇരകൾക്ക് വേണ്ടി പറയുകയും പിന്നീട് അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് സമീപനം സ്വീകരിക്കുന്ന സാമ്രാജ്യത്വം. IS-ന് ആയുധം കൊടുക്കുകയും IS ആയുധം കൊണ്ടുപോയിക്കൊണ്ട് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റുക്കുകയും ചെയ്തുകൊണ്ട് പണമുണ്ടാക്കുന്ന അമേരിക്ക, ആ അമേരിക്ക അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾ ഇന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇസ്ലാമോഫോബിയ. ഇസ്ലാമിനെ പേടിക്കണം. അമേരിക്കയുടെ പ്രൊഡക്റ്റ് ആകുന്നു IS എന്ന ഭീകരവാദി. എന്തുകൊണ്ട് അമേരിക്ക ഇത് നിർദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ, ലോകത്ത് അമേരിക്കയുടെ ഭക്ഷണം ഒരു ദിവസം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ശതമാനം അമേരിക്കയിൽ ബോംബ് വിറ്റഴിയണം. ഒരു ചേമ്പും ചുണ്ണാമ്പും അമേരിക്കയുടെ ഉൽപ്പന്നത്തില്ല. ഇന്ത്യയിലോ ലോകത്തോ പല സ്ഥലങ്ങൾക്കും അവരവരുടെ രാജ്യത്തിന്റെ വാണിജ്യമുണ്ട്. ചേമ്പും ചേനയും കമുങ്ങും കുരുമുളകും തെങ്ങും ഫാക്ടറികളും ഒക്കെ വെച്ചുകൊണ്ട് ഇന്ത്യക്ക് സ്വല്പമെങ്കിലുമുള്ള വാണിജ്യ വ്യവസായങ്ങളും നാട്ടുവിഭവങ്ങളും നമ്മുടെ രാജ്യത്തുമുണ്ട്. ഇസ്ലാമികമായ രാജ്യങ്ങളിൽ പല രാജ്യങ്ങൾക്കും പെട്രോളുണ്ട്, എണ്ണയുണ്ട്, ഒക്കെയുണ്ട്. ചൈന മുട്ടസൂചി മുതൽ ആന വരെ ഉണ്ടാക്കാവുന്ന വ്യാവസായിക കേന്ദ്രമുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വ്യവസായ കേന്ദ്രം പിടിച്ചെടുക്കാൻ കൈക്കൊള്ളുന്നത് ജപ്പാന് കഴിവുണ്ട്. ഫ്രാൻസിനും ജപ്പാനും കൊറിയക്കും ഇന്ത്യക്കും ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾക്കുമൊക്കെ അതാത് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളും വ്യവസായങ്ങളുമുണ്ട്. പക്ഷെ ഒരു മണ്ണാങ്കട്ട പോലും എടുത്തു വയ്ക്കാനില്ലാത്ത രാജ്യമാകുന്നു അമേരിക്ക. ഒരു നേരം റബ്ബർ വെട്ടാൻ അമേരിക്കയിൽ റബ്ബർ തോട്ടമില്ല. ഒരു ദിവസം ഒരു പമ്പിൽ പെട്രോൾ കൊടുക്കാൻ, അവിടുത്തെ മണ്ണിൽ പെട്രോൾ കുടിച്ചെടുക്കാൻ ഒന്നും അമേരിക്കയിലില്ല. ആ രാജ്യത്ത് ഒരു ഉൽപ്പന്നം പോലും പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല. അമേരിക്കൻ മടാമ്മമാർ മടി കാണിച്ചുകൊണ്ട് വ്യവസായത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന
ഏറ്റവും വലിയ ദൂരത്ത് നടത്തുന്ന ആഡംബര ജീവനം നയിക്കുന്ന രാജ്യം അമേരിക്കയാണ്. ഒരു ദിവസം അമേരിക്കയുടെ മദാമയുടെ ചുണ്ടിൽ തേക്കുന്ന ചായം വാങ്ങാൻ അമേരിക്കക്കാർ ചെലവഴിക്കുന്ന പണം $9 ബില്യൺ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ചെലവഴിക്കുന്ന പണം $7.5 ബില്യൺ മതി. $7.5 ബില്യൺ ഉണ്ടായാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും. ആ സ്ഥാനത്ത് അമേരിക്കയുടെ സ്ത്രീകൾ അവരുടെ ചുണ്ടിൽ തേക്കാനും അവരുടെ നഖത്തിൽ പുരട്ടാനും അവരുടെ സൗന്ദര്യവർദ്ധകം വർദ്ധിപ്പിക്കാനുമുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങാൻ അമേരിക്കൻ പെണ്ണുങ്ങൾ ചെലവഴിക്കുന്ന പണം ഒരു ദിവസം $9 ബില്യൺ. അമേരിക്കയുടെ മദാമമാരുടെ ശയനമുറികളിൽ അവരോടുകൂടെ അന്ത്യമുറക്കം നടത്തുന്ന പട്ടി കഴിക്കുന്ന ഭക്ഷണം $6 ബില്യൺ. $6 ബില്യൺ മുടക്കുന്നു അമേരിക്കയുടെ തെരുവീതിയിലും അമേരിക്കന്റെ ശയനമുറികളിലും അവരുടെ കൂടെ കിടക്കുന്ന നായയും പട്ടിയും കഴിക്കുന്ന ഭക്ഷണം. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഉയർന്നു വാങ്ങാൻ ചെലവഴിക്കണം $5.5 ബില്യൺ. ലോകത്ത് അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യത്തെയും ജനങ്ങൾ ഒരു മരുന്ന് വാങ്ങാവുന്ന പണം $5.5 ബില്യൺ ആകുന്ന സ്ഥിതിക്ക് അമേരിക്കയിൽ തന്നെ പട്ടി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തുക $6 ബില്യൺ. ആ സ്ഥാനത്ത് അമേരിക്ക എവിടെ നിന്ന് കിട്ടി ഈ പണം? ആവശ്യമില്ലാതെ ആഡംബരം നടത്താൻ അമേരിക്കക്ക് എവിടെ നിന്ന് കിട്ടി പണം? വ്യവസായമില്ലല്ലോ അമേരിക്കയിൽ. തെങ്ങും കമുകും അമേരിക്കയിൽ ആകെയുള്ള വ്യവസായം, അമേരിക്കയിൽ ആകെ കിട്ടുന്ന വരുമാനം ബോംബ് വിറ്റുണ്ടാക്കുന്ന പണമാണ്. അതുകൊണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആയുധം വാങ്ങിയിരിക്കണം. യുദ്ധമുണ്ടാക്കേണ്ടത് അമേരിക്കന്റെ ആവശ്യമാണ്. IS ഉണ്ടാവേണ്ടതും ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ തല്ലേണ്ടതും അമേരിക്കയുടെ ആവശ്യമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അകന്നു പോകേണ്ടത് അമേരിക്കന്റെ ആവശ്യമാണ്. ചൈനയും ഇന്ത്യയും തമ്മിൽ അസ്പൃശ്യതകൾ ഉണ്ടാകേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ലോകത്ത് യുദ്ധമുണ്ടായാൽ മാത്രമേ ആയുധം ലോക രാജ്യങ്ങൾ വാങ്ങിക്കൂട്ടുകയുള്ളൂ. അത് അമേരിക്ക വിറ്റുകൊടുത്താൽ അമേരിക്കക്ക് പണം കിട്ടും. ലോകത്തെ എല്ലാ രാജ്യത്തും സമാധാനം കൈവന്നാൽ, എല്ലാ രാജ്യക്കാർക്കും പരസ്പരം വിശ്വാസമുണ്ടായിക്കഴിഞ്ഞാൽ, ആയുധം വാങ്ങിക്കൂട്ടൽ അവസാനിച്ചാൽ അമേരിക്ക പട്ടിണി കിടന്നുകൊണ്ട് മരിക്കുക എന്നല്ലാതെ ഏതെങ്കിലും മറ്റൊരു സാധനം വിറ്റ് പണമുണ്ടാക്കാൻ അമേരിക്കന്റെ മണ്ണിൽ ഒന്നുമില്ല. അമേരിക്ക സ്വയം പട്ടിണി കിടന്ന് ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ ഭേദം ലോകത്ത് കലാപമുണ്ടായി ആയുധം വാങ്ങാൻ ലോകം അനുസരിക്കുകയാണ് എന്നത് അമേരിക്കന്റെ തന്ത്രമാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ലോകത്ത് ഇസ്ലാമിക സ്റ്റേറ്റ്സ് അമേരിക്ക ഉണ്ടാക്കിയത്. അമേരിക്ക പട്ടിണി കിടക്കാതെ ജീവിക്കാൻ വേണ്ടിയാണ് ലോകരാജ്യങ്ങൾ തമ്മിൽ അതിന്റെ തെറ്റായ ചില പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നത്. ലോകത്ത് മീഡിയ അമേരിക്ക പിടിച്ചടക്കി. അമേരിക്ക ഛർദ്ദിക്കുന്നത് അണ്ണാക്ക് തൊടാതെ വിടുകുന്ന ഇസ്രയേലിന്റെ ജാരസന്തതിയായിക്കൊണ്ട് മാറിയിട്ടുള്ള സിയോണിസ്റ്റുകൾ അടക്കമുള്ള ജൂതന്മാർ കൊണ്ടുവരുന്ന കിംവദന്തിയും പ്രചരണവുമാണ് ഇസ്ലാമോഫോബിയ. ജൂതന്മാർക്ക് ഇവിടെ സ്വന്തമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ രാജ്യമായ ജാര രാജ്യത്തന്നെ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ മാടമ്പി അവിടെ ഉണ്ടാകണം. പാവപ്പെട്ട ഫലസ്തീന്റെ മക്കളാകുന്ന, ഗസയുടെ മക്കളാകുന്ന ആ രാജ്യത്തിന്റെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് സായുജ്യമെടുത്തുകൊണ്ട് പൊട്ടിച്ചിരിക്കാവുന്ന സിയോണിസ്റ്റുകളുടെയും അഹങ്കാരത്തിന് നിലനിൽപ്പുണ്ടാകണമെന്നുണ്ടെങ്കിൽ മാടമ്പി രാജ്യമായ അമേരിക്ക ഇവിടെ നിലനിൽക്കണം. ആ നിലനിൽപ്പിന് വേണ്ടി, ആ വൃത്തികെട്ട സമീപനത്തിന് വേണ്ടി അമേരിക്ക ഉണ്ടാക്കിയതാകുന്നു ഇസ്ലാമോഫോബിയയും ഇസ്ലാമിക സ്റ്റേറ്റും. ഇസ്ലാം ഒരിക്കലും IS ഉണ്ടാക്കിയിട്ടില്ല. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു പ്രചരണം ലോകത്ത് ഉണ്ടാകേണ്ട കാര്യമില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്.
കലാപമുണ്ടാക്കണം. ലോകത്ത് ഇന്ത്യ പോലും രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 60% ചെലവഴിക്കുന്നത് ഭക്ഷണം കൊടുക്കാനല്ല, റേഷനറി വാങ്ങാനല്ല, മരുന്ന് കൊടുക്കാനല്ല, പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കാനല്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ 60% അവരുടെ വ്യവസായത്തിന്റെയും അവരുടെ വരുമാനത്തിന്റെയും തുക മാറ്റിവെക്കുന്നത് ഇതര രാജ്യങ്ങളെ എപ്പോഴാണോ ആക്രമിക്കാൻ വരുന്നത് ചെറുത്തുനിൽപ്പ് നടത്താനുള്ള പുതിയ പുതിയ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനാണ്. പാകിസ്ഥാന്റെ അക്രമം ചെറുക്കാൻ, ചൈനയുടെ അക്രമം ചെറുക്കാൻ ഇന്ത്യ വാങ്ങിക്കൂട്ടുന്നത് 100 ഉറുപ്പിക ഒരു തേങ്ങ വിറ്റാൽ കിട്ടുമെങ്കിൽ 60 ഉറുപ്പിക ആയുധം വാങ്ങാനാണ്. പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ്, ലോകത്തെല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സമാധാനമില്ലാത്ത കലാപം ഭയപ്പാടോടുകൂടി ഉണ്ടാകേണ്ട യുദ്ധവറിയന്മാരുടെ നാട് ലോകമെന്നും യുദ്ധത്തോടുകൂടി ഉണ്ടാകണമെന്നത് അമേരിക്ക എന്ന് പറയുന്ന ആ മാടമ്പി രാജ്യത്തിന്റെ ആവശ്യമാണ് എന്നതുകൊണ്ടാണ് അമേരിക്ക ലോകത്ത് യുദ്ധം നിർമ്മിച്ചുണ്ടാക്കുന്നത്. ആ അമേരിക്കയാണ് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നത്. ആ അമേരിക്കയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന IS ഭീകര സംഘടനയുടെ ഉപജ്ഞാതാക്കൾ. ഒരു നിരപരാധിയെ കൊല്ലാൻ പാടില്ല. ഇസ്ലാമിക ഇറാഖിൽ ഒരു ഇമാമിന്റെ കൊട്ടിയാട്ടം നടന്നത് സ്വമേധയാ രംഗത്ത് വന്നുകൊണ്ട് ഇറാഖിൽ ഖിലാഫത്തിന് അവകാശപ്പെട്ടുകൊണ്ട് കടന്നുവന്ന ഇമാമിന്റെ ഭരണം കൊണ്ടുവരുന്നു എന്ന വ്യാജേന പാവപ്പെട്ട നിരപരാധികളെ കൊന്നെടുക്കുന്ന ഭീകരവാദി. ഇസ്ലാമിന്റെ ബാലപാഠം ISകാർക്കറിയില്ല. നിങ്ങൾക്കൊരു ദിവസം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, വൈറലായ സംഗതി ജോസഫിന്റെ ചില വർത്തമാനം വന്നു. മലയാളിയായ ജോസഫ് യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ലോകത്ത് ആകമാനം അത് പ്രവഹിച്ചു. അത് വൈറലായി മാറി. എന്തായിരുന്നു? ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ മലയാളി സിറിയയിലൂടെ തന്റെ ഭാര്യയുടെ കൂടെ ഒരു കാറിൽ യാത്ര ചെയ്ത് കൊണ്ടുപോകുന്നു. ഭയപ്പാടോടുകൂടിയാണ് ജോസഫും തന്റെ ഭാര്യയും പോകുന്നത്. ഭയം വാഹനങ്ങളെ സെർച്ച് ചെയ്യുന്നത് ഭീകരവാദിയാണ്. ഒറ്റപ്പെട്ട മണലാരണ്യ പ്രദേശത്ത് ഭീകരവാദി കാറിന്റെ വാഹനങ്ങളുടെ മുമ്പിലേക്ക് വാഹനങ്ങൾ നിർത്തിയിട്ട് വാഹനത്തിലുള്ളവരോട് പേര് ചോദിക്കുന്നു. പേര് മുസ്ലിം എന്ന പേരാണെങ്കിൽ അയാൾ വെറുതെ വിടുന്നു, മുസ്ലിം അല്ല എങ്കിൽ അയാളെ തലവെട്ടുന്നു. ഈ വിധത്തിൽ മുസ്ലിമീങ്ങൾക്ക് രക്ഷ കൊടുക്കുന്ന, അമുസ്ലിമീങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്ന യിൽ വാഹനങ്ങൾ സെർച്ച് നടത്തുന്നു. ഭയപ്പാടോടുകൂടിയാണ് ജോസഫും തന്റെ ഭാര്യ മുന്നോട്ട് വണ്ടി ഓടിച്ചത്. ഭയപ്പെട്ടത് തീവ്രവാദി മുമ്പിൽ വീണു. മുഖംമൂടി ധരിച്ച ISന്റെ ഭീകരവാദി ഗ്ലാസ് ഒന്ന് തട്ടി. ജോസഫ് ഭയത്തോടുകൂടി വിറക്കുന്ന കൈകളെ കൊണ്ട് തന്റെ ഗ്ലാസ് താഴ്ത്തി. ജോസഫിനോട് ചോദിച്ചു തീവ്രവാദി, നിന്റെ പേരെന്താണ്? മുമ്പിലെ വാഹനങ്ങളെ മുഴുവൻ മുസ്ലിമിന്റെ പേരാണെങ്കിൽ വെറുതെ വിടുകയും അമുസ്ലിമിന്റെ പേരാണെങ്കിൽ തല വെട്ടുകയും ചെയ്യുന്നത് ജോസഫ് കണ്ടതാണ്. സംഗതി മനസ്സിലായ ജോസഫ് രണ്ടും കൽപ്പിച്ചു പറഞ്ഞു, എന്റെ പേര് മുഹമ്മദാണ്. മുഹമ്മദാണെന്ന് പറഞ്ഞപ്പോൾ ഭീകരവാദിയായ ISകാരനൊരു സംശയം. ആവർത്തിച്ച് ചോദിച്ചു, മുഹമ്മദോ? അതെ, എന്റെ പേര് മുഹമ്മദാണ്. വീണ്ടും സംശയം തോന്നിയ ഭീകരവാദി ചോദിച്ചു, എങ്കിൽ നീ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് പറ. എന്റെ ബൈബിളിലെ വചനം അറബി ഭാഷയിൽ അയാൾ പറഞ്ഞു. അയാൾ ഖുർആൻ അറിയില്ല, പക്ഷെ ബൈബിൾ പഠിച്ചിട്ടുള്ള ജോസഫ് യോഹന്നാന്റെ നല്ലൊരു സുവിശേഷം അറബി ഭാഷയിൽ അങ്ങ് പറഞ്ഞു. കേട്ടപ്പോൾ നല്ലൊരു ധാർമ്മിക വശമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഭീകരവാദി ശരിവെച്ചു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ജോസഫ് രക്ഷപ്പെട്ടു. തന്റെ ഭാര്യയുടെ കൂടെ കുറച്ചപ്പുറത്ത് നിർമ്മല സമയത്ത് പെട്ടെന്ന് ശ്വാസം തിരിച്ചു കിട്ടിയ ഭാവത്തിൽ, ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടുകൂടി ഭാര്യ ജോസഫിനോട് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നമ്മുടെ ബൈബിളിന്റെ വർത്തമാനം ജോസഫിനോട് ചോദിച്ചു, അല്ല ബൈബിളിലെ വചനമല്ലേ അത് ഖുർആനുള്ളതാണെന്ന് നിങ്ങൾ എന്തിനാ പറഞ്ഞത്? അതെങ്ങാനും അയാൾ അറിഞ്ഞാൽ നമ്മൾ രണ്ടാളെയും തുണ്ടം തുണ്ടമായി വെട്ടി അവർ കൊല്ലില്ലേ? ജോസഫ് തന്റെ ഭാര്യയോട് പറഞ്ഞ മറുപടി, പെണ്ണെ,
ഖുർആൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൃഗീയപരമായ പ്രവർത്തനം അവൻ നടത്തില്ല. എനിക്കുറപ്പാണ് അവൻ ഖുർആൻ വായിച്ചിട്ടില്ല എന്ന്. അവൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഖുർആൻ വായിച്ചിട്ടുണ്ടെങ്കിൽ മതത്തിന്റെ ആളുകളുടെ പേര് ചോദിച്ച് തന്റെ മതത്തിൽപ്പെട്ടതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ വെട്ടിക്കൊല്ലുന്ന ഏർപ്പാട് ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടില്ല. അത് ഇസ്ലാമിന്റെ ഭാഷ അല്ല. അതുകൊണ്ട് എനിക്കുറപ്പാണ് അവൻ മുസ്ലിം അല്ല. എനിക്കുറപ്പാണ് അവൻ ഖുർആൻ അവനേക്കാൾ ഖുർആൻ പഠിച്ചവൻ ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ പറഞ്ഞത്, വെറുതെ അല്ല. ഇതെന്റെ സ്വബോധത്തോടുകൂടി പറഞ്ഞതാണ്, പെട്ടെന്ന് കുറച്ചു പറഞ്ഞതല്ലടി. ഈ വാർത്ത ജോസഫ് പറഞ്ഞത് വ്യക്തമായി യൂട്യൂബിലൂടെ വൈറലായി നമ്മൾ കണ്ടല്ലോ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ലോകത്ത് ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കാത്ത, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രങ്ങളെ സംബന്ധിച്ചുകൊണ്ടറിയാത്ത ഒരുപാട് IS-ന്റെ ആളുകൾ അമേരിക്കൻ നിർമ്മിച്ചതിന്റെ ചാരസംഘടനയിൽ പ്രവർത്തിച്ച് ട്രെയിനിങ് കിട്ടിയവരുമായ ഒട്ടേറെ ആളുകൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വ്യാപകമായ രൂപത്തിൽ ക്രൂരമായ ചെയ്തികൾ നടത്തുമ്പോ അതിനെ നമ്മുടെ കേരളത്തിലേക്കും കടന്നു വരുമ്പോ IS-കാരൻ നമ്മുടെ കേരളക്കരയിലേക്കും ഇന്ത്യ രാജ്യത്തിലേക്കും വരുമെന്ന് പറയുമ്പോ അവന്റെ മുമ്പിൽ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടും, ഇസ്ലാമോഫോബിയെ ശരിവെക്കപ്പെടും, ഇസ്ലാമിക ടെററിസത്തെ ശരിവെക്കപ്പെടും എന്ന് മനസ്സിലാക്കി അവന്റെ മുമ്പിൽ ചെറുത്തു നിൽക്കുന്ന റോൾ മോഡലുകളാവാൻ ഓരോ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരും സാധിക്കണമെന്ന് കൂടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സന്ദേശയാത്രയിലൂടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോൾ മോഡലാകണം നമ്മൾ, ഇസ്ലാമിനെ വായിക്കണം നമ്മൾ, ഇസ്ലാമിനെടുക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, റൂട്ട് ടു മക്ക എന്നൊരു പുസ്തകമുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളതൊന്ന് വായിക്കണം. മക്കുള്ള പാത. മുഹമ്മദ് അസദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് തന്റെ ആത്മകഥ എഴുതി വെച്ചതാകുന്നു മക്കയിലേക്കുള്ള പാത എന്ന പുസ്തകം. എന്തുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്ന് മുഹമ്മദ് അസദ് പറയുന്നു? എന്താ മുസ്ലിമാവാനുള്ള കാരണം? മുഹമ്മദ് അസദ് ആദ്യം ഒരു യഹൂദിയാണ്. ജൂഡമ വിശ്വാസിയായ മുഹമ്മദ് അസദ് ഒരു യൂറോപ്യൻ സംഘത്തിന്റെ കൂടെ ചില അറബികളുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരു ടൂറിന് പോകുന്നു. യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ കുറെ ദൂരമെത്തിയ സമയത്ത് തന്റെ തൊട്ടടുത്ത യാത്രക്കാർക്ക് മുഴുവനും വിശക്കുകയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കണം, എന്ന് റെസ്റ്റോറന്റ് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെ യാത്ര എത്തണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അറബി അദ്ദേഹം യാത്ര പുറപ്പെടുന്ന സമയത്ത് കരുതി വെച്ചിരുന്ന ഭക്ഷണപ്പൊടി തന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അഴിച്ചു. ഭക്ഷണപ്പൊടി അഴിച്ചു. എന്നിട്ട് യഹൂദിയായ മുഹമ്മദ് അസദ് എന്ന് പറയുന്ന സുഹൃത്തിന് തന്റെ കൂടെ എന്റെ മുമ്പിൽ നീട്ടിക്കൊടുന്നു. സുഹൃത്തെ, ഇതിൽ പങ്ക് വിരിച്ചോളൂ, ഭക്ഷണം കഴിച്ചോ, നമുക്ക് രണ്ടുപേർക്കും ഇത് കഴിക്കാമെന്ന് പറഞ്ഞു. മുഹമ്മദ് അസദ് എന്ന അന്നത്തെ യഹൂദി പറഞ്ഞു, എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ, എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ. മുഹമ്മദ് അസദിനോട് അറബി ചോദിച്ചു, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? മുഹമ്മദ് അസദ് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ടെങ്കിലും കുറച്ചങ്ങ് എത്തിയാൽ നമുക്ക് ഇവിടെ നിർത്തുമല്ലോ. ഞാൻ അവിടെ നിന്ന് മാർക്കറ്റിൽ കൊണ്ട് നല്ല ഭക്ഷണം വാങ്ങി കഴിച്ചോളാം, അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോളൂ എന്ന് അറബിയായ മുസ്ലിമിനോട് മുഹമ്മദ് അസദ് യഹൂദി പറഞ്ഞു. വീണ്ടും അറബി ചോദിക്കുന്നു, സുഹൃത്തെ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? അതെ, എനിക്ക് വിശക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശക്കുന്ന സമയത്ത് ഈ ഭക്ഷണം കഴിക്കാൻ എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ തിരുദൂതർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് അനുമതി തന്നിട്ടില്ല. സുഹൃത്തെ, നിങ്ങൾ എന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശക്കുമ്പോൾ സ്വന്തം കഴിക്കാൻ എന്റെ നബി എനിക്ക് അനുവാദം തന്നിട്ടില്ല. നിങ്ങൾ എന്റെ കൂടെ യാത്ര ചെയ്യുന്നെങ്കിൽ, ഒരു സീറ്റിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നെങ്കിൽ, എന്റെ കയ്യിൽ ഭക്ഷണമുണ്ടെങ്കിൽ, വിശന്നാൽ നമ്മൾ രണ്ടുപേരും ഈ ഭക്ഷണത്തിന് അർഹതപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇതിന്റെ പകുതി നിങ്ങൾ കഴിച്ചാലേ മറ്റേ പകുതി എനിക്ക് ഹലാലാകൂ, അല്ലെങ്കിൽ എനിക്കിത് മുഴുവനും ഹറാമാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടി എന്റെ കൂടെ വഹിക്കും, എന്റെ കൂടെ ഭക്ഷണം കഴിക്കണം. പകുതി നിങ്ങൾ കഴിച്ചോ, എങ്കിൽ മറ്റേ പകുതി എനിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞത് ഒരു അറബിയായ മുസ്ലിം സുഹൃത്താണ്. യഹൂദിയായ മുഹമ്മദ് അസദ് തന്റെ ആത്മകഥയിൽ പറയുന്നു, ഇസ്ലാമിന്റെ ആദ്യത്തെ പടി ഞാൻ ചവിട്ടി തുടങ്ങിയത് ആ നിമിഷം മുതലാണ്. അന്ന് മുതലാണ് ഞാൻ ഇസ്ലാമാകുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ലോകത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി IS-നെ പഠിച്ചുവിടുന്ന അമേരിക്കൻ ലോബിയുടെ മുമ്പിൽ
സാമ്രാജ്യത്തിന്റെ മുമ്പിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അജണ്ട എങ്ങനെ ഇവിടെ നടപ്പാക്കാം എന്ന് വ്യാമോഹിച്ചുകൊണ്ടിരിക്കുന്ന സംഘിപ്പടയുടെ മുമ്പിൽ മുസ്ലിം റോൾ മോഡലുകളാവാൻ നമുക്ക് സാധിക്കണം. ശശികല ടീച്ചർമാരുടെ മുമ്പിൽ മുസ്ലിം റോൾ മോഡലുകളാവാൻ നമുക്ക് സാധിക്കണം. ഇവിടത്തെ വിഷം ചീറ്റിരി പ്രഭാഷകന്മാരായ വെള്ളാപ്പള്ളി നടേശന്മാർ കൊടുത്തുവിടുന്ന കറുത്ത പുള്ളിക്കെതിരെ, വെള്ളാപ്പള്ളി എന്ന കറുത്ത പുള്ളിക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താൻ ഓരോ സൗഹാർദ്ദത്തിന്റെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം റോൾ മോഡലുകളാവാൻ നമുക്ക് സാധിക്കണം. എന്താ വെള്ളാപ്പള്ളി ഈ കേരളക്കരയിലൂടെ യാത്ര ചെയ്ത് കൊണ്ടുപോയി പറഞ്ഞത്? ഇന്ത്യയിൽ, ഈ കേരളത്തിൽ ഇങ്ങനൊരു കള്ള് കച്ചവടം നടത്തി കോടീശ്വരനായ മറ്റൊരു മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. കള്ള് കച്ചവടക്കാരനായ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി ആരാണെന്ന് ചോദിച്ചാൽ നാളെ കടന്നു വരുന്ന നൈസറിലെ കുട്ടി പോലും വിളിച്ചു പറയും അത് വെള്ളാപ്പള്ളി എന്ന കാട്ടുമൃഗമാണ്. ഏത് ഭാഷയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്? കോഴിക്കോട്ടങ്ങാടിയിൽ 2 അമുസ്ലിം സുഹൃത്തുക്കൾ വിഷവാതകം ശ്വസിച്ചുകൊണ്ടൊരു കൊടിയിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു വീണ് മരിച്ചപ്പോ അവർക്ക് കൈ നീട്ടിക്കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി കൊടിയിലേക്ക് ചാടിയിറങ്ങിയ നൌഷാദ് എന്ന കോഴിക്കോട്ടുകാരനായ ചെറുപ്പക്കാരൻ, അവന്റെ ശിരകളിലോടുന്നത് ഹിന്ദു ചോരയാണ്, മരിക്കട്ടെ. അവന്റെ ശിരകളിലോടുന്നത് ഹിന്ദു ചോരയാണെങ്കിലും അവൻ മനുഷ്യനാണ്, അവൻ രക്ഷപ്പെടട്ടെ എന്ന് മനസ്സിലാക്കി മരണത്തോടെ മല്ലടിക്കുന്ന 2 ഹിന്ദുക്കൾ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വയം ജീവൻ ബലിയർപ്പിച്ചാൽ പോലും ഞാൻ എന്റെ ആയുസ്സുണ്ടെങ്കിൽ ഞാനത് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ രക്ഷിക്കാൻ വേണ്ടി ചാടിറങ്ങിയ മുസ്ലിമായ നൌഷാദ് എന്ന മലയാളിയായ ഇന്ത്യക്കാരൻ, ആ നൌഷാദിന്റെ ആത്മദേവിന്റെ നമ്പരെ പിടിച്ചുകൊണ്ടല്ലേ, നൌഷാദുമാർക്കെതിരെ അല്ലേ ഇവിടെ വെള്ളാപ്പള്ളി എന്താ പറഞ്ഞത്? അടുത്ത ജന്മമെങ്കിലും മുസ്ലിമായി ജനിക്കണം, മുസ്ലിമായി മരിക്കണം, എങ്കിലേ ജീവിക്കാൻ പറ്റൂ. എന്താ കാരണം? നൌഷാദിന്റെ ഈ ത്യാഗപരമായ പ്രവർത്തനത്തിന് കേരള ഗവൺമെന്റ് പണം കൊടുത്തു, ഭാര്യയ്ക്ക് പണം കൊടുത്തു, വിധവയ്ക്ക് പണം കൊടുത്തു. അതിന്റെ പേരിൽ മരിക്കുന്നെങ്കിൽ മുസ്ലിമായി മരിക്കണം, എങ്കിലെ കാശ് കിട്ടൂ എന്ന വർഗീയതയുടെ വർത്തമാനം. അങ്ങനെ പറഞ്ഞാൽ വർഗീയത നമ്മെ തിരിച്ചെന്തെങ്കിലും റിവോൾട്ട് ചെയ്യും. ആ വിധത്തിലാണ് സാക്ഷാൽ വെള്ളാപ്പള്ളി പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശന്റെ ഭാഷ അതാണ്. വിഷം ചീറ്റി പ്രഭാഷകയായ വിശകല പോലും ഇത് പറഞ്ഞിട്ടില്ല. ശശികല എന്ന വിശകല, അവള് പോലും പറയാൻ മടിക്കുന്ന വർത്തമാനമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. എന്താ വെള്ളാപ്പള്ളിയുടെ ഉള്ളിലുള്ള ധാരണ? പാലമുറിഞ്ഞ ചെകുത്താനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഇടം കിട്ടാതെ അലിയുന്ന വെള്ളാപ്പള്ളി വെച്ച കലം പോലെ മാറ്റിവെക്കപ്പെട്ടത് കൊണ്ട് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഇനി വർഗീയ കാടാണ്. ആ വർഗീയ കാട് ഇറക്കിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി പറയുന്നതെങ്കിൽ മനസ്സിലാക്കണം നമ്മൾ, വെള്ളാപ്പള്ളി കേരളത്തെ മലിനമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഈ വിധത്തിൽ ഇന്നവരെ പെരുമാറിയിട്ടില്ല. ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഈ കേരളത്തിന്റെ മണ്ണിലല്ലേ പൊന്നോണത്തിന്റെ 1-ാം തീയതി അത്തം 1 മുതൽ പൂക്കുടകളേന്തിക്കൊണ്ട് പൂമ്പാറ്റകളെ പോലെ പൂക്കളമുണ്ടാക്കി മാവേലിമനെന്ന് വരവേൽക്കുന്ന മലയാളി മക്കൾ പാർക്കുന്ന ഹിന്ദുവിന്റെ നാട് നമ്മുടെ കേരളം. ഇവിടെയാണ് വിശുദ്ധ പെരുന്നാളിന്റെ ദിവസത്തിൽ അത്തറിന്റെ പരിമളവുമായി കുഞ്ഞിത്തൊപ്പിയും പുതിയ പുടവയും ധരിച്ചുകൊണ്ട് പിതാവിന്റെ കൈപിടിച്ച് അല്ലാഹു അക്ബറിന്റെ അമൃധ്വനിയുമായി പള്ളിയിലേക്ക് പോയി പെരുന്നാൾ കഴിക്കുന്ന മാപ്പിള മക്കൾ പാർക്കുന്ന നാട് നമ്മുടെ കേരളം. പട്ടിണി കിടക്കുന്ന ഹിന്ദുവിന് ഭക്ഷണം കൊടുക്കുന്ന മുസ്ലിമോ, പട്ടിണി കിടക്കുന്ന മുസ്ലിമിന് ഭക്ഷണം കൊടുക്കുന്ന ഹിന്ദു, ആ നാട് നമ്മുടെ കേരളം. പെരുമൺ തീവണ്ടി ദുരന്തമുണ്ടായ സമയത്ത് പെരുമൺ തീവണ്ടി ദുരന്തത്തിൽ മരണപ്പെട്ട ഹിന്ദുവിന്റെ അവരുടെ ഡെഡ് ബോഡികൾ ചാലിയത്തും കടലുണ്ടിയിലെ ഈ പള്ളിയുടെ മിഹ്റാബിൽ പോലും കൊണ്ടുപോയി വെച്ചുകൊണ്ട് അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ പള്ളിയുടെ കവാടം തുറന്നുകൊടുത്ത നാടാ നമ്മുടെ കേരളക്കര. ഇവിടെയാണ് ഹിന്ദുവിന്റെ അമ്പലം മുസ്ലിമിനെ സുരക്ഷിതമായി കൊണ്ട് തുറന്നു കൊടുക്കുന്ന നാട്. ഇതല്ലേ നമ്മുടേത്? മരിക്കിടക്കുന്നവനും വെള്ളത്തിൽ കിടന്നുകൊണ്ട് മരിക്കുന്നവനും ഹിന്ദുവാണെങ്കിൽ മുസ്ലിം മലയാളരെ പറഞ്ഞിട്ടില്ല. മുങ്ങി മരിക്കുന്നവൻ മുസ്ലിമാണെങ്കിൽ അവൻ മരിച്ചോട്ടെ, ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന് ഒരു ഹിന്ദു പോലും ഇന്നവരെ കേരളക്കരയിൽ പറഞ്ഞിട്ടില്ല. ആർ ശങ്കരും പട്ടംതാനപ്പിള്ളയും ബാഫക്കത്തങ്ങളും തോളർ വീതം കെട്ടിപ്പടുത്ത മതസൗഹാർദ്ദത്തിന്റെ ഭൂമികയാണ് ഈ കേരളം. RSSകാരും NDFകാരും
എന്തൊക്കെ പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലിയിട്ടുണ്ടെങ്കിൽ പോലും കണ്ണൂരിന്റെ ചോരച്ചാലുകൾ രാഷ്ട്രീയ തീവ്രവാദികൾ തീർത്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നാടും മാറാട്ടും വർഗീയയുടെ വിഷം ചീറ്റികൾ കൊട്ടിയാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിന്റെ മാനവികതയെ കാട്ടിസൃഷ്ടിക്കുന്നതിൽ മറ്റെന്തിനേക്കാൾ വില കൊടുത്തവരാണ് മലയാളി എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. ഈ മലയാളത്തിന്റെ മണ്ണിലാണ് ഒരു നാട്യമായി വെള്ളാപ്പള്ളി തന്റെ യാത്ര നടത്തിയിട്ടുള്ളത്. അയാൾക്ക് വേണ്ടി ഓശാന പാടാൻ ഒരു പാർട്ടിയും എവിടെയും ഇടം കിട്ടാത്ത സമയത്ത് വെള്ളാപ്പള്ളിയെങ്കിലും വെള്ളാപ്പള്ളിയാവട്ടെ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് വെള്ളാപ്പള്ളിക്ക് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന വർഗീയ പാർട്ടി. ഞങ്ങൾ ചോദിക്കുന്നു, എന്തർത്ഥത്തിൽ വെള്ളാപ്പള്ളി മാറി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്? ഞങ്ങൾ അയാളുടെ രാഷ്ട്രീയ പാർട്ടിയല്ല പറയുന്നത്. പക്ഷെ അത്തരം വിധത്തിൽ നമ്മുടെ കേരളത്തെ മലിനമാക്കാൻ പാടില്ല. കേരളത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ പാടില്ല. വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള വിഷം ചീറ്റി യാത്രയിൽ മലിനപ്പെട്ട മലയാള മണ്ണിന് ശുദ്ധി കലശം നടത്താനാണ് കോട്ടുമല ബാബു മുസ്ലിയാർ മാലിക്കുട്ടി മുസ്ലിയാരും സമസ്തയുടെ സന്ദേശയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേവലം സമസ്തയുടെ സമ്മേളന പ്രചരണം മാത്രമല്ല, വെള്ളാപ്പള്ളി മലിനമാക്കിയ ഈ മണ്ണിന് ശുദ്ധി കലശം നടത്താൻ കൂടിയാണ് ഈ സന്ദേശയാത്ര. കേരളക്കരയിൽ ഇത് നമുക്ക് പ്രാപ്യമല്ല. ഇത്തരം വർഗീയത നമ്മൾ അനുവദിച്ചുകൂടാ. ഈ നാട്ടിൽ ഈ പാർട്ടികളെ അനുവദിച്ചുകൂടാ. ഞാൻ ചോദിക്കുന്നത്, അത്തരം ആളുകളെ എന്നോ പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അത്തരം ആളുകൾക്ക് ഈ രൂപത്തിലുള്ള പ്രചരണം കൊടുക്കാൻ പാടില്ല. ഒരു ജവാൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു വിവരദോഷി തന്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ പറഞ്ഞത് ഒരു ജന്മം അതുകൊണ്ട് തീർന്നല്ലോ എന്ന അർത്ഥത്തിലാണ്. അത്തരം ഞരമ്പ് രോഗികളെ, അത്തരം കുഷ്ഠരോഗികളെ, അത്തരം വർഗീയ രോഗികളെ എന്നെ തുറങ്കിലെടുക്കണമെന്ന വാദമാണ് സമസ്ത കേരള ജംഇയ്യത്തിൽ നമുക്കുള്ളത്. അത്തരം ആളുകളെ ഒരിക്കലും എണ്ണപൂശാൻ നമുക്ക് തയ്യാറായിക്കൂടാ. അതുകൊണ്ട് ജവാൻ ആരാ? ജവാന് ഒരു രാജ്യത്തിനോട് പോരാട്ടം നടത്തുമ്പോൾ അവന്റെ രീതി നമ്മൾ മനസ്സിലാക്കണം. അവിടെ മതം നോക്കാൻ പാടില്ല. അപകടപ്പെടുമ്പോൾ രക്ഷപ്പെടേണ്ടത് മതം നോക്കിയിട്ടല്ല. രാജ്യത്തിനെ കാത്തു സൂക്ഷിക്കുന്ന ജവാന്മാരെ ആരും മതം നോക്കിക്കൊണ്ട് പറയേണ്ട കാര്യമില്ല. ജവാന്മാരുടെ കൂട്ടത്തിൽ സാക്ഷാൽ ശ്രീകാന്ത് പ്രസാദ് പുരോഹിതന്മാരുണ്ട് എന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാർഗിലിൽ പോരാട്ടം നടക്കുന്ന സമയത്ത് RDX എന്ന് പറയുന്ന ബോംബ് കട്ടുകൊണ്ടുവന്നു പ്രജ്ഞാ സിംഗ് താക്കൂർ എന്ന് പറയുന്ന സ്വാമി പെണ്ണിന് കൊടുത്ത് മലേഗാമു എന്ന് പറയുന്ന മുസ്ലിം പ്രദേശത്ത് മുക്കുമൻ ചാകരത്ത് കിട്ടിയ ആലമത്തോടുകൂടി 12 ബോംബ് വെച്ചുകൊണ്ട് പൊട്ടിച്ച് 57 ആളുകളെ കൊന്ന RSSകാരനായ പട്ടാളക്കാരൻ ശ്രീകാന്ത് പ്രസാദ് പുരോഹിതനെ പൂർണ്ണമായും ഔട്ടാക്കിക്കൊണ്ട് തന്നെയാണ് കാർഗിലിന്റെ രണഭൂമി നമ്മൾ കണ്ടല്ലോ. കാർഗിൽ എന്ന് പറയുന്ന ഭൂമിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്ന സ്ഥലം. ഇന്ത്യയുടെ നെറുകയിൽ വന്നുകൊണ്ട് പാകിസ്ഥാൻ നൃത്തം ചവിട്ടി. ഇന്ത്യ തിരിച്ചുപിടിക്കാൻ വേണ്ടി പോയി. പക്ഷേ താഴ്വരയിൽ ഇന്ത്യ ക്യാമ്പ് കെട്ടുകൊണ്ട് പാർത്തു എന്നല്ലാതെ ഒരു മിനിറ്റ് പോലും കാർഗിലിൽ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ ഇന്ത്യക്ക് ആദ്യം കഴിഞ്ഞില്ല. പാകിസ്ഥാൻ ഒരു ഉരുളങ്കല്ല് മുകളിൽ താഴോട്ടിട്ടാൽ ബോംബ് വന്ന് പതിക്കുന്ന പോലെയാണ്. ഇന്ത്യക്ക് ബോംബെറിയാനോ വെടിവെക്കാനോ കഴിയുന്നില്ല. താഴ്വരകളിലാണെങ്കിൽ മഞ്ഞുകെട്ട ഉരുകിയൊലിക്കുന്നു. അവസാനം പനി പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ക്യാമ്പിൽ ഇന്ത്യൻ ജവാന്മാർ മരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ലഫ്റ്റനന്റ് കേണൽ മഹാദേവന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ആബിദ് ഹുസൈനും സക്കീർ ഹുസൈനും എന്ന 2 മുസ്ലിം ഇന്ത്യൻ പട്ടാളക്കാർ പറഞ്ഞു, സർ, നിങ്ങൾ ഞങ്ങൾക്കൊരു അനുമതി തന്നാൽ ഞങ്ങൾക്ക് യുദ്ധ തന്ത്രം എന്താണെന്ന് അന്വേഷിച്ചു. കേണൽ മഹാദേവൻ അവസാനം മനമില്ലാ മനസ്സോടുകൂടി സമ്മതിച്ചു. ഒടുക്കം ആബിദ് ഹുസൈനും സക്കീർ ഹുസൈനും അടക്കമുള്ള 12 ഇന്ത്യൻ ക്യാമ്പിലെ മുസ്ലിം പട്ടാളക്കാർ തൊട്ടടുത്ത മലയുടെ മുകളിൽ കയറി ഒന്നിച്ചൊറ്റ ശബ്ദത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, ബോലോ തക്ബീർ. അത് കേട്ടപ്പോൾ പാകിസ്ഥാനിലെ ജവാന്മാർ, പാകിസ്ഥാൻ പട്ടാളക്കാർ മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്ന താലിബാൻ തീവ്രവാദികളാണ്. അവർ തിരിച്ചു പ്രത്യാഭിവാദം പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പാകിസ്ഥാൻ ക്യാമ്പിൽ നിന്നൊരു കാരിട്ട് കൊടുത്തു ഈ മലയുടെ മുകളിലേക്ക്. 12 പട്ടാളക്കാരും കാർഗിലിന്റെ മുകളിലേക്ക് കയറി ചെന്നു. കാർഗിലിൽ പാകിസ്ഥാന്റെ ക്യാമ്പിന്റെ അകത്തെത്തിയപ്പോൾ അവർ അസ്സലാമു അലൈക്കും, പാകിസ്ഥാൻ പട്ടാളക്കാർ വഅലൈക്കും അസ്സലാം ചേർന്ന് ക്യാമ്പിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ക്യാമ്പിന്റെ അകത്തെത്തിയെന്ന് കണ്ടപ്പോ
അവസരമൊത്തുവന്ന തന്ത്രത്തിൽ ആബിദ് ഹുസൈനും സക്കീർ ഹുസൈനും പ്ലാൻ ചെയ്തത് പ്രകാരം അവരൊരു തിശിൽ വിളിച്ചു. 12 മുസ്ലിം പട്ടാളക്കാരും അവർ കൊണ്ടുവന്ന AK-47 എടുത്തുകൊണ്ട് അവർ സലാം പറഞ്ഞപ്പോൾ സലാം അടക്കിയ ബോലെ തക്ബീർ വിളിച്ചപ്പോൾ അല്ലാഹു അക്ബർ പറഞ്ഞ പാകിസ്ഥാന്റെ പട്ടാളക്കാരന്റെ നെഞ്ചിന് നേരെ ചേർത്തുകൊണ്ട് കാഞ്ചു വലിച്ചു. ചിറകത്തി വീഴുന്ന പക്ഷികളെ പോലെ പാകിസ്ഥാൻ പട്ടാളം ഒന്നൊന്നായി കാറുകളുടെ മുകൾ കൊണ്ട് തന്ത്രം പാളി എന്ന് പാകിസ്ഥാൻ ബോധ്യപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ പട്ടാളം അടിപതറി. ആബിദ് ഹുസൈൻ ഒരു കാറ് ഇന്ത്യൻ ക്യാമ്പിലേക്ക് ഇട്ടുകൊടുത്തു. കേണൽ മഹാദേവന്റെ നേതൃത്വത്തിൽ ഹിന്ദു പട്ടാളക്കാർ കാറുകളുടെ മുകളിലേക്ക് ആ കാറിൽ പറ്റിപ്പിടിച്ചുകൊണ്ട് അതിസാഹസികമായി കൊണ്ട് കടന്നു വന്നു. ഹിന്ദു മുസ്ലിം ഇന്ത്യൻ പട്ടാളക്കാർ കേണൽ മഹാദേവന്റെയും സക്കീർ ഹുസൈന്റെയും നേതൃത്വത്തിൽ ഒന്നിച്ച് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തു. പാകിസ്ഥാൻ പട്ടാളം വിട്ടോടി. പാകിസ്ഥാൻ പട്ടാളം വെച്ചുകൊണ്ട് കീഴടങ്ങി. ആ സമയത്ത് സാരെ ജഹാ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര ജയ് ബോലോ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു പറയാൻ കേണൽ മഹാദേവനും സക്കീർ ഹുസൈനും ആവേശം കൊടുത്തത് ഇന്ത്യൻ ജവാന്മാരാണെങ്കിൽ അവിടെ മടനോക്കിയല്ല ഇന്ത്യ നമ്മൾ കാത്തു സൂക്ഷിച്ചത്. അവിടെ മടനോക്കിയല്ല ഇന്ത്യയുടെ ജവാന്മാർ വീരമൃത്യു വരിച്ചത്. ഒരു ജവാനെയും മതത്തിന്റെ പേര് ചരിച്ചുകൊണ്ട് മതത്തിന്റെ പേര് വർഗീയവൽക്കരിക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറായിക്കൂടാ. നമ്മൾ നിഷ്ഠാനം പൂജിച്ചുകൊണ്ട് കഴിയുന്നവരാണ്. കച്ചവടം നടത്തിക്കൊണ്ട് വൈകുന്നേര സമയത്ത് കിട്ടിയ ലാഭവുമായി കുഞ്ഞുങ്ങളുടെ കൂടെ അന്ത്യം കൊള്ളാൻ വീടണയാൻ വേണ്ടി നമ്മൾ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിനെ കാക്കുന്ന ജവാന്മാർ അവർക്കും കുടുംബമുള്ളവരാണ്. നമ്മുടെ രാജ്യത്തെ കാക്കുന്ന ജവാന്മാർ അവർക്കും വീടുള്ളവരാണ്. അവർക്കും ഭാര്യയും മക്കളുമുള്ളവരാണ്. അതുപോലെ മണ്ണും മലമടക്കുകൾ ചെന്നുകൊണ്ട് മഞ്ഞുകെട്ടോട് മത്സരിച്ചുകൊണ്ട് ജീവൻ കാക്കാൻ വേണ്ടി അവർ പോരാട്ടം നടത്തുമ്പോ ഒരു ചെറുപ്പക്കാരനെങ്ങാനും ഭീകരവാദിയുടെയോ തീവ്രവാദിയോ വെടിയേറ്റ് മരിച്ചാൽ ആ മനുഷ്യനോട് എല്ലാ ആദരവും തന്റെ കുടുംബത്തോട് കാണിക്കുന്നതിന് പകരം അവന്റെ പേരിൽ മതത്തിന്റെ പേരിൽ പറഞ്ഞാൽ ഒരു ശല്യം അതോടൊരു തീർന്നു കിട്ടി എന്ന് പറയുന്നത് മുസ്ലിമിന്റെ അയലത്തേക്ക് വിലമെടുപ്പിക്കാൻ സാധ്യമല്ല. അത്തരം ഒരു മുസ്ലിം ഈ ഇന്ത്യ രാജ്യത്ത് വേണ്ട എന്ന തീരുമാനമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കി. അപകടത്തെപ്പെടുന്നവനെ രക്ഷിക്കണ്ടേ തീരുമാനിക്കണ്ട. മതം നോക്കി ആരും ജവാന്മാർക്ക് നമ്പർ ഇടണ്ട. ഇവിടെ രാജ്യം നിലനിൽക്കണം, ഇവിടെ സമുദായം നിലനിൽക്കണം, ഇവിടെ ഹിന്ദുക്കളും മുസ്ലിംകൾ നിലനിൽക്കണം. ആ ആശയത്തിലേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുവരേണ്ടത്. അതിനപ്പുറത്ത് വെള്ളാപ്പള്ളിമാർ കടന്നു വന്നാൽ, ഭീകര തീവ്രവാദികളായ ഞരമ്പ് രോഗികൾ കടന്നു വന്നാൽ പടയ്ക്കപ്പുറത്ത് നിർത്താനുള്ള ബാധ്യത ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഹിന്ദുക്കൾ മുസ്ലിമുകൾ കാണിക്കണം. അതാണ് നമ്മുടെ നാടിന് അന്തസ്സായത്. ഇതില്ലാത്തൊരവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അത് പറഞ്ഞത് ഇന്നവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ഇന്ന് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ഞങ്ങൾ ചോദിക്കുന്നു, കേരളക്കരയിൽ മതസൗഹാർദ്ദത്തിന്റെ കാവൽ മാലാക്ക ആരാണെന്ന് ചോദിച്ചാൽ കേരളം ഒന്നിച്ചു വിളിച്ചു പറയും. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി മിനിയാൾ പാണക്കാട് വന്നപ്പോൾ നടന്ന പരിപാടിയിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? പാണക്കാട് കുടുംബം ഒരു പ്രസ്ഥാനമാണ്. പാണക്കാട് കുടുംബമാണ് കേരളക്കരയിലെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നത്. ആർക്കാണത് അറിഞ്ഞുകൂടാത്തത്? ഇവിടെ രാഷ്ട്രീയപരമായി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളോട് വിരോധമുള്ള രാഷ്ട്രീയക്കാർ പോലും പറയുന്നു, പാണക്കാട് തങ്ങളെന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയാണ് വർഗീയ കലാപമില്ലാതിരിക്കാനുള്ള കാരണം. പാണക്കാട് തങ്ങന്മാരാണ് വർഗീയ കലാപമില്ലാതിരിക്കാനുള്ള കാരണം. ഞാൻ ചോദിക്കട്ടെ, ഈ സമാധാനത്തോടുകൂടി നിലകൊള്ളുന്നത് കൊണ്ടാണെങ്കിൽ സനൽ ഇടമുറകി എന്ന് പറയുന്ന യുക്തിവാദി ഒരു ദിവസം കേരള ശബ്ദം എന്ന ദ്വാരികയിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതി. ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ വർഗീയതയില്ല, അല്പസ്വല്പം വർഗീയത ഉണ്ടെങ്കിൽ പോലും അതിനെ നിരാകരിച്ചുകൊണ്ട് വർഗീയതയോടുകൂടി ചിന്തിക്കാതെ മതസൗഹാർദ്ദം പൂത്തലിയുന്ന നാടാണ് ഈ കേരളമെങ്കിൽ അതിന്റെ കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ നിലകൊള്ളാനുള്ള കാരണം പാണക്കാട് തങ്ങളാണ്. പാണക്കാട് തങ്ങൾ പറയാനുള്ളത്, അദ്ദേഹം മതബോധമുള്ള മതേതരവാദിയായതുകൊണ്ട് ആ മതനിഷ്ഠ അദ്ദേഹം തന്റെ പാർട്ടിയിലും കൊണ്ടുവന്നത് കൊണ്ടാണ്
ലീഗിലുള്ളത്. അത് കണ്ട ഹിന്ദുവിന് മുസ്ലിമിനോട് അസ്പർശ്യതയില്ല. പാണക്കാട് തങ്ങളെ കണ്ട ഹിന്ദുവിന് മുസ്ലിമിനോട് വിരോധമില്ല. അതുകൊണ്ട് പാണക്കാട് തങ്ങന്മാരുടെ സാന്നിധ്യം വേണമെന്ന് പറയുന്നത് സനൽ ഇടമുറകി എന്ന യുക്തിവാദിയാണ്. കെ വേണു എന്ന് പറയുന്ന നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവുണ്ട്. നക്സലൈറ്റ് ആണ് ആള്. കെ വേണു മാധ്യമം വായിച്ച പതിപ്പിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? കേരളത്തിൽ തീവ്രവാദ മുസ്ലിമുള്ള പാണക്കാട് തങ്ങന്മാരെ കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ആരായി പാണക്കാട് തങ്ങളെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് സമർപ്പിച്ചത്? ആരായി കേരളത്തിന് സമർപ്പിച്ചത്? 1971 നമ്മുടെ കോഴിക്കോട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. മദ്രാശി നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ സീറ്റിൽ മത്സരിക്കുന്നത് ഒരു ഭാഗത്ത് ബഹുമാന്യനായ അന്ന് ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിലാണ് അദ്ദേഹം മത്സരിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, അതിന് മുമ്പാണ്. 1906 രൂപീകരിച്ച സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് 1971 മദ്രാശി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ സീറ്റിൽ മത്സരിക്കുന്നത് ബി പോക്കർ സാഹിബ് എന്ന ഉരുക്കു മനുഷ്യൻ, ബി പോക്കർ സാഹിബ് എന്ന ബഹുഭാഷ പണ്ഡിതൻ, ബി പോക്കർ സാഹിബ് എന്ന നിയമജ്ഞൻ, ബി പോക്കർ സാഹിബ് എന്ന രാഷ്ട്രീയ ചാണക്യൻ, ബി പോക്കർ സാഹിബ് എന്ന് പറയുന്ന പ്രതിഭാശാലി. അദ്ദേഹം മത്സരിക്കുമ്പോ അദ്ദേഹത്തിൽ പിന്തുണ കൊടുക്കുന്നത് ആരൊക്കെയാ? ഈജിപ്തിൽ പല ഭാഗത്തും പഠനം പന്തലിച്ച സാക്ഷാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മറ്റൊരു പാർട്ടി ഏതാ? സർവേന്ത്യ മുസ്ലിം ലീഗ്. മറ്റൊരു പാർട്ടി ഏതാണ്? മജ്ലിസെ മുഷാവറ. മജ്ലിസെ മുഷാവറ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സർവേന്ത്യ മുസ്ലിം ലീഗ് എന്നീ 3 ദേശീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി മദ്രാശി നിയമസഭയിലെ തെരഞ്ഞെടുപ്പിലേക്ക് കോഴിക്കോട്ടെ സീറ്റിൽ മത്സരിക്കുന്നു ബഹുമാന്യനായ ബി പോക്കർ സാഹിബ്. അദ്ദേഹത്തിന്റെ പകരം എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് എന്തല്ല നിന്ന് മദ്രാശി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോക്കർ സാഹിബാണ് കോഴിക്കോട്ടെ സീറ്റിൽ. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ആരാ? ഒരു രാഷ്ട്രീയ പിന്തുണയില്ലാത്ത, ഒരു ദേശീയ ചിഹ്നമില്ലാത്ത, പൂർണ്ണ സ്വതന്ത്രനായ ഏകാംഗമായ ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ. ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ മത്സരിക്കുന്നു ബി പോക്കർ സാഹിബിനെതിരെ. ഒരു പാർട്ടി പിന്തുണയും ചിഹ്നവും ദേശീയ അംഗീകാരവുമില്ലാത്ത, ഒരു പതാക പോലുമില്ലാത്ത ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും 3 ദേശീയ പാർട്ടിയുടെ പിന്തുണയും ഫണ്ടും ദേശീയ നേതാക്കന്മാരും ചിഹ്നവുമുള്ള പരാജയപ്പെടുകയും ചെയ്യുന്നു. എന്താ കാരണം? പോക്കർ സാഹിബ് പരാജയപ്പെടാനുള്ള കാരണം പോക്കർ സാഹിബിന്റെ കുറവല്ല, ഒരു പാർട്ടിയുടെ അഭാവമല്ല, മറിച്ച് ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ വിജയിച്ചു. കാരണം ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയോ അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ വലങ്കൈയായി, പലപ്പോഴും അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തൊരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു. കേരളക്കര കണ്ട സമാധാനത്തിന്റെ സന്ദേശവാഹകൻ, കേരളക്കരയിൽ സമാധാനത്തിന്റെ ദൂതൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ചരിത്രം വിളിച്ചു പറയും, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. മഹാനായ ബാഫഖി തങ്ങൾ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾക്ക് കല്ലവറയില്ലാത്ത പിന്തുണ കൊടുത്തു. ബാഫഖി തങ്ങൾ ആർക്കാണ് പിന്തുണ കൊടുത്തത്? അവർക്കേ ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് കേരളക്കരയിലെ കോഴിക്കോട്ടെ പച്ച മനുഷ്യന്മാർ തീരുമാനിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം അഹ്ലു ബൈത്തുൽ കേരളക്കര കോയത്തോടുള്ള അംഗീകാരമാണ്. കാലം കഴിഞ്ഞു. 7 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം 1948 സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് പിരിച്ചു. സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് പാകിസ്ഥാനിലേക്ക് പോയതിനു ശേഷം 1948 മാർച്ച് 10 മദ്രാശിയിലെ രാജാജി ഹാളിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ആ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയപ്പോ അന്ന് വരെ അദ്ദേഹം സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗുകാരനാണ്. സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്ത് രാഷ്ട്രീയപരമായ സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ
ആരോപിച്ചു, അതിന്റെ വർഗീയമായി ആരോപിക്കപ്പെട്ട മുഖങ്ങൾ മുഴുവനും തുടച്ചു മാറ്റിക്കൊണ്ട് ഒരു മതേതരത്വത്തിന്റെ ഉപോൽപ്പന്നമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്ത് രൂപീകരിച്ചപ്പോ ആ ഖായിദ മില്ലത്ത് കേരളത്തിലെ മലബാർ മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ, മലബാർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ അദ്ദേഹം നേരെ വന്നത് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച സീതി സാഹിബിന്റെ അടുത്തേക്കല്ല. ആരാ സീതി സാഹിബ്? മഹാത്മാഗാന്ധിയുടെ പ്രഭാഷണം പോലും മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്ത ബഹുഭാഷാ പണ്ഡിതനും നിയമജ്ഞനുമായ ജനാബ് സീതി സാഹിബ് സർവ ഇന്ത്യ മുസ്ലിം ലീഗ് പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ആളാണ്. ഖായിദ മില്ലത്തിന്റെ കൂടെ നിന്ന ആളാണ്. ബി പോക്കർ സാഹിബ് ഖായിദ മില്ലത്തിന്റെ കൂടെ നിന്ന ആളാണ്. രാഷ്ട്രീയത്തിലെ വിജിഗീഷുവാണ് പോക്കർ സാഹിബ്. മറ്റൊരു മനുഷ്യനുണ്ട് രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉപ്പി സാഹിബ്. അദ്ദേഹമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്തിന്റെ കൂടെ സർവ ഇന്ത്യ മുസ്ലിം ലീഗിൽ. നേതാക്കന്മാരായ സീതി സാഹിബിനെയും പോക്കർ സാഹിബിനെയും ഉപ്പി സാഹിബിനെയും മലയാളികളായിരുന്നിട്ട് പോലും അവരെ മാറ്റിവെച്ചുകൊണ്ട് ഒരു നിമിഷം പോലും സർവ ഇന്ത്യ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച പാരമ്പര്യമില്ലാത്ത മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ മലബാർ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാക്കാൻ ഖായിദ മില്ലത്ത് കോഴിക്കോട്ടെ പാണ്ഡ്യാലത്തിൽ വന്നുകൊണ്ട് കരഞ്ഞു ഖേമ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മഹാനായ ഖായിദ മില്ലത്തിനറിയാം, ബാഫഖി തങ്ങളെ കൂടാതെ കേരളത്തിൽ പച്ചപ്പ് വിരിക്കാൻ പിന്തുണക്കണമോ? അഹ്ലുബൈത്തുണ്ടാവണം. ആ അഹ്ലുബൈത്തില്ലാതെ, ആ ആത്മീയ നേതൃത്വമില്ലാതെ രാഷ്ട്രീയത്തിന്റെ പടവാളെന്തുന്നവരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും രാഷ്ട്രീയ ചാണക്യന്മാരും 10,000 ഉണ്ടായിട്ടും കാര്യമില്ല. നിറയുന്ന ആത്മീയ ചൈതന്യത്തിന്റെ തലപ്പാവ് ധരിച്ച, വട്ടക്കെട്ട് കെട്ടിയ, നിസ്കാര പദമുള്ള, വട്ടത്താടി വെച്ച, ജുബ്ബ ധരിച്ച, 3 വടിയും തസ്ബീഹുമായി കൂടെ കൊണ്ട് നടക്കുന്ന ബാഫഖി തങ്ങൾ ഉണ്ടാക്കണമെന്ന ഖായിദ മില്ലത്തിന്റെ കാഴ്ചപ്പാട്. അതാണ് മുസ്ലിം ലീഗിന് പോലും കേരളത്തിന്റെ മണ്ണിൽ വേരോട്ടമുണ്ടാക്കിയതെങ്കിൽ ആ കുടുംബത്തിന്റെ പിന്തുടർച്ചയിലാണ് മഹാനായ പുതിയ മാളിയക്കലെ പൂക്കോയ തങ്ങൾ വന്നത്, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മതപരമായ നേതൃത്വം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അല്ല എന്ന് സങ്കല്പിക്കും. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മഹല്ലുകൾ, പെരിങ്ങത്തൂർ മഹല്ല്, പാനൂർ മഹല്ല്, കൂടത്തായി മഹല്ല് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അല്ല എന്ന് സങ്കല്പിക്കും. പിന്നെ ആരുടെ കയ്യിലാണ്? അത് നദ്വത്തുൽ മുജാഹിദീന്റെ കയ്യിലാണ്. നദ്വത്തുൽ മുജാഹിദീനാണ് മുസ്ലിമീങ്ങളെ ഇവിടെ നിയന്ത്രിക്കുന്നത്. സമസ്ത ഉണ്ടാക്കാത്തത് കൊണ്ട് എല്ലാവരും വഹാബിയായി, എല്ലാവരും വഹാബി പ്രസ്ഥാനത്തിലായി. സമസ്തയുടെ ആലിമ്യങ്ങൾ ഉറകെക്കൊടുന്നു. അവരുണ്ടാക്കില്ല സംഘടന. എങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ ഇവിടുത്തെ സ്ഥിതി എന്താണ്? പാണക്കാട് കുടുംബത്തെ മാത്രമല്ല, അഹ്ലു ബൈത്തിനെ പോലും അംഗീകരിക്കാൻ ഒരാളെ കേരളക്കരയിൽ കിട്ടില്ല. പാണക്കാട് തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് മുജാഹിദുകളുടെ വീക്ഷണം എന്താണ്? പാണക്കാട്ട് ശിർക്കിന്റെ കൊട്ടാരമാണ്. പാണക്കാട് ശിർക്കിന്റെ കൊട്ടാരമാണ്. ഉറുക്കുന്നതിനും മന്ത്രിച്ചു കൊടുക്കുന്ന ഹോൾസെയിൽ ശിർക്ക് വിൽക്കുന്ന സ്ഥലമാകുന്നു പാണക്കാട്. അതുകൊണ്ട് പാണക്കാട് തങ്ങന്മാർ മുശ്രിക്കുകളെന്ന് പറഞ്ഞില്ലെങ്കിലും പാണക്കാട് തങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്, ശിർക്കിന് കൂട്ടുനിൽക്കുന്നവരാണ് എന്ന് പറയുന്ന വഹാബികളുടെ കയ്യിലാണ് മുസ്ലിം സമുദായം എന്നുണ്ടെങ്കിൽ പാണക്കാട് തങ്ങന്മാർ പോയിട്ട്, പൂക്കോയത്തുകൾ പോയിട്ട്, ബാഫഖി തങ്ങൾ അടക്കമുള്ള ഒരു സയ്യിദിനും ഇവിടെ നേതൃത്വം വഹിക്കാൻ വഹാബി സമ്മതിക്കില്ല. രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാണ് മുസ്ലിമീങ്ങളുടെ മഹല്ലെന്ന് സങ്കല്പിച്ചോ? മുസ്ലിമീങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിലായി മൗദൂദി വന്ന മതരാഷ്ട്രവാദികളായി. അങ്ങനെ വന്നാൽ എന്താ സ്ഥിതി? കേരളത്തെ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞതെന്താ? പാണക്കാട് തങ്ങന്മാർ ഒഴുകുന്ന വെള്ളത്തിലെ പൊങ്ങുതടികളാണ്. പാണക്കാട് തങ്ങന്മാർ ഒഴുക്കുവെള്ളത്തിലെ പൊങ്ങുതടികളാണ്. ഇല്ലാത്ത കേവലം കുമിളകൾ മാത്രമാണ്, പൊള്ളകൾ മാത്രമാണ് പാണക്കാട് തങ്ങന്മാർ. അവരുടെ പിന്നാലെ നടന്നാൽ സമുദായം എങ്ങുമെത്തുകയില്ല എന്ന് പറഞ്ഞതാര ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനമാണ്. നിഷേധിക്കാൻ കഴിയില്ല. പിന്നെയുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ വീക്ഷണം എന്താ? കർബല യുദ്ധത്തോടുകൂടി അഹ്ലു ബൈത്തിന്റെ പാരമ്പര്യം അവസാനിച്ചു. കർബല യുദ്ധത്തോടുകൂടി അഹ്ലു ബൈത്ത് അവസാനിച്ചു. പിന്നെ അഹ്ലു ബൈത്ത് എന്ന നബി കുടുംബം ഇല്ലേ? ാണ് വഹാബികളും, ഈ വാദക്കാരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരും. ജമാഅത്തുകാരുടെയോ മുജാഹിദുകാരുടെയോ കൈകളിൽ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം എത്തിപ്പെട്ടാൽ പാണക്കാട് കുടുംബം എന്നല്ല, സയ്യിദ് കുടുംബം തന്നെ കേരളത്തിന്റെ മണ്ണിലുണ്ടാവില്ല. ഇനി വേറെ സംഘടന ഉണ്ടല്ലോ അവിടെ. അവർ എന്താ പാണക്കാട് തങ്ങന്മാരെ സംബന്ധിച്ചുകൊണ്ടുള്ള അഭിപ്രായം? പാണക്കാട് തങ്ങളും ഞാനും ഇരുന്നാൾ സമുദായത്തിന്റെ ഐക്യമാകുമെന്നാണ് വിദ്വാന്റെ പ്രചരണം. പാണക്കാട് തങ്ങൾ എന്റെ കൂടെ കല്യാണത്തിന് വന്നാൽ
ഈ കസുന്നിക്ക് എന്താ ഇത്ര പരിഭവം? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കല്യാണത്തിന് പാണക്കാട് തങ്ങൾ കൂടെ ഇരുന്നത് കൊണ്ടില്ല. സാമുദായികപരമായ ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഐക്യത്തിന്റെ എന്തറ്റം വരെ പോകാനും തയ്യാറുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് സമസ്തകൾ ജമീയത്തുൽ ഉലമ. ഐക്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരും സമസ്തയെ വിരട്ടേണ്ടതില്ല. ഞങ്ങൾക്ക് അവരോട് പറയാവുന്ന ഒറ്റ ന്യായം, ആരും ബസറയിലേക്ക് കാരൊക്കെ കയറ്റണ്ട. യാത്ര ഒന്നില്ല, വരുമ്പം പറയും. ആരും ബസറയിലേക്ക് കാരൊക്കെ കയറ്റേണ്ടതില്ല. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവരെ മുന്നിട്ടുകൊണ്ടാവണം സമസ്തയുടെ ഐക്യമെന്ന് പറഞ്ഞത് സമസ്തയാണ്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട മഹാനായ ശംസുൽ ഉലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് നമ്മുടെ കാസർഗോഡ് പ്രിയപ്പെട്ട KS അബ്ദുള്ള അദ്ദേഹം മരണപ്പെട്ടു, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. KS അബ്ദുള്ള ശംസുൽ ഉലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, AP EKയും ഉസ്താദെ നിങ്ങളും AP-യും തമ്മിലൊന്ന് ലയിക്കണ്ടേ, ഒന്നിക്കണ്ടേ, നന്നാവണ്ടേ? ആവാം. ശംസുൽ ഉലമ പറഞ്ഞു, നന്നാവാം. കാരണം സമസ്ത ഐക്യമെന്ന് പറഞ്ഞാൽ അതുപോലെ മധുരമില്ല. ചോദ്യം ചെയ്യപ്പെട്ട ഇസ്ലാമിനെ തകർക്കണ്ടി മുസ്ലിം ശരീഅത്തിനെതിരെ എല്ലാ കല്ലുകരുടെ കാഞ്ഞെടുക്കുകയും മുള്ളവരുടെ മൂർഖൻ പാമ്പും ഒരു ഭാഗത്ത് അണിനിരന്നപ്പോഴും നെഞ്ചിടത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെ പോകുമെന്നും ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ജാഹിദിനോടും ജമാഅത്തിനോടും തബ്ലീഗിനോടും ഒരാളോടും വിമുഖതയും എതിർപ്പും ഐക്യവുമില്ല. സമസ്ത കേരള ആ സമസ്തക്ക് ആരും ഐക്യം പഠിപ്പിക്കണം. മുലപ്പാൽ കുടിച്ചു വളർന്നവരാണ്. ആ സമസ്തക്കാരോട് ഐക്യത്തിന്റെ ബാലപാഠം പഠിപ്പിക്കണ്ട. ഐക്യത്തിന്റെ XYZ എന്താണെന്ന് പറഞ്ഞ സമസ്തയോട് ABCDയുമായി ആരും കടന്നു പറയേണ്ടതില്ല. ഞങ്ങൾക്കറിയാം ഐക്യം എന്താണെന്ന്. ആ ഐക്യം പഠിപ്പിച്ച സമസ്ത കേരള ജമീയത്തുൽ ഉലമ. സമസ്തയോട് KS അബ്ദുള്ള സാഹിബ് പറഞ്ഞു, നമുക്കൊന്നാവണ്ടേ? ശംസുൽ ഉലമ പറഞ്ഞു, ആവണം. എന്റെ അഭിപ്രായം എനിക്ക് ഐക്യം ഒന്നാകണം എന്ന് തന്നെയാ. പക്ഷേ അബ്ദുള്ള സാഹിബ് ഞങ്ങളുടെ AP വിഭാഗം തമ്മിൽ ഒരുമിക്കാൻ വേണ്ടി ഒരു ചർച്ച, ആ ചർച്ചായത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാവണം. രണ്ടാമത്തെ ഡിമാൻഡ് എന്താ? രണ്ടു കൂട്ടരും ഏകദേശം ഒരുമിക്കുമെന്ന് തീരുമാനിച്ചാൽ അത് ജനങ്ങളോട് പറയണം, വാർത്താ സമ്മേളനം നടത്തണ്ടേ? AP-യും EKയും ഇല്ല, ഇനി ഒന്നേ ഉള്ളൂ സമസ്ത. അതുകൊണ്ട് സമസ്ത ഒന്നാണ്, സുന്നികൾ ഒന്നാണ്. രണ്ടു കൂട്ടരും ഒരുമിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അത് ജനങ്ങളോട് പറയാൻ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ മീഡിയകളോട് പറയേണ്ടത് പാണക്കാട്ട് ശിഹാബ് തങ്ങളാവണം. ഞാനും AP-യും ഇടത്തും വലത്തും ഇരുന്നോളാം. ശിഹാബ് തങ്ങൾ പറയണം. ഇത് പറഞ്ഞ ആളാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുമിക്കുമ്പോ അത് പറയേണ്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല മീഡിയേറ്റർ, ഏറ്റവും നല്ല മധ്യസ്ഥൻ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളാണ്. അതുകൊണ്ട് തങ്ങളാവണമെന്ന കാര്യത്തിൽ അവർക്കും തർക്കമുണ്ടാവില്ല. ചോദിച്ചു, അല്ല KS, നിങ്ങൾ കുറച്ച് മാസം മുമ്പ് ഞങ്ങളെ രണ്ടു കൂട്ടരും ഒന്നാക്കാൻ അല്പം നാണത്തോടുകൂടി KS അബ്ദുള്ള സാഹിബ് പറഞ്ഞു, അത് നടക്കൂല ഉസ്താദേ, അത് നടക്കുന്ന ഉസ്താദേ. എന്താ കാര്യം? നിങ്ങളുടെ ഡിമാൻഡ് മൂപ്പർക്ക് പറ്റൂല. അതെന്താ? പാണക്കാട് തങ്ങളെ മധ്യസ്ഥനാവാൻ മൂപ്പർക്ക് ഇഷ്ടമല്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ മുഖം ചുവന്നു. ശംസുൽ ഉലമ പറഞ്ഞു, KS, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? പറഞ്ഞു പോയിക്കൊള്ളണം. ഇനി ഐക്യമെന്ന പേരും പറഞ്ഞു. ഞങ്ങളും കാന്തപുരം തമ്മിൽ ഐക്യമെന്ന പേര് പറഞ്ഞു. ഈ പഠിച്ച വിട്ടത പാണക്കാട് തങ്ങൾ അംഗീകരിക്കാൻ മനസ്സില്ലാത്തതുമായി ഞങ്ങൾ ഒരു നിമിഷം കോംപ്രമൈസില്ല എന്ന് തങ്ങൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഗൗരവത്തോടെ പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. KS മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ബഹുമാന്യനായ കേരള രാഷ്ട്രീയത്തിന്റെ ഇന്ന് ആർക്കും സമ്മതിക്കാവുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട്, ബഹുമാന്യനായിരിക്കുന്ന പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹം നേരെ മഹാനായ ചെറുശ്ശേരി സേവനയുടെയും കാലമ്പാട് ഉസ്താദിന്റെയും അടുക്കൽ
മൂന്നാളുടെയും അരികത്ത് 3 കവചം കൊണ്ട് മനസ്സാണ് നമുക്കൊന്ന് ഇരിക്കണം. എന്താ കാര്യം? അങ്ങനെ 3 ഇരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, AP ഒന്നിക്കാനുള്ള താല്പര്യം പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് ഒന്നിച്ചുകൂടെ? ബഹുമാനപ്പെട്ട സൈനുലമ ചോർഷ ഉസ്താദ് പറഞ്ഞു, ഒന്നിക്കാമല്ലോ, പക്ഷെ ഞങ്ങൾക്കൊരു ഡിമാൻഡുണ്ട്. കുഞ്ഞാപ്പത് കേൾക്കണം, അത് കരുതി വെക്കണം. ഞങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമ പറഞ്ഞ ഡിമാൻഡ് എന്നാൽ മധ്യസ്ഥനാവേണ്ടത് പ്രഖ്യാപിക്കേണ്ടത് ശിഹാബ് തങ്ങളാണ്. വേറെ ഡിമാൻഡ് ഞങ്ങൾക്കില്ല. പാണ്ടിക്കടത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, അതിന് അധ്യക്ഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല, കാരണം അല്ലാതെ വരാനില്ലല്ലോ. നമ്മൾ 2 കൂട്ടരും ഒരുമിച്ചിരിക്കുമ്പോൾ മധ്യസ്ഥനാവൻ തങ്ങളല്ല ഉള്ളു. അതുകൊണ്ട് ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം കോഴിക്കോട്ട് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി വിളിച്ചപ്പോ അന്നത്തെ ചില രാഷ്ട്രീയപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൂടി ആ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹം യോഗത്തിൽ ആദ്യം തന്നെ സലാം പറഞ്ഞു കടന്നു വന്നു. ഇരുന്ന ഉടനെ ഒരു ചായ കൊണ്ടുപോയി കൊടുത്തു. കുടിച്ചു പകുതിയായപ്പോ ബഹുമാനപ്പെട്ട ശൈഖുനാ കാളമ്പാടി സാദ് വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ചു, കുഞ്ഞപ്പ, നമ്മുടെ വിഷയം ചർച്ച ചെയ്യാൻ അവിടെ മുട്ടട്ടെ. 5-6 മാസം മുമ്പ് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സുന്നികളായ തരക്കേടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ സമീപിച്ചിരുന്നു. ഞങ്ങൾ പല ഡിമാൻഡുമായി നിങ്ങൾ പോയിരുന്നു, പിന്നെ അതൊന്നും കേട്ടില്ലല്ലോ, അതെന്തായി? ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്പം ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത് നടക്കില്ല, നമ്മൾ ആ വിഷയം വിട്ടേക്കുക. അപ്പോ ബഹുമാനപ്പെട്ട ചോദിച്ചു, എന്തിനാ വിടുന്നത്? എന്താ കാര്യം? നിങ്ങൾ പറയണം. നിങ്ങൾ വെച്ചിട്ട് എന്റെ ശിഹാബ് തങ്ങളെ മീഡിയേറ്ററാക്കാനാണ്. അതിന് മൂപ്പരെ സമ്മതിക്കില്ല, അതിന് അദ്ദേഹം സമ്മതിക്കില്ല. മറ്റൊരാളെ നിങ്ങൾ കുഞ്ഞാപ്പ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, മറ്റൊരാൾ ആരെ പറയാൻ ഉസ്താദ്? പാണക്കാട് തങ്ങളല്ലാതെ ആരാ? ഈ കേരളക്കരയിൽ മുസ്ലിം സമുദായത്തെയും മറ്റു സമുദായക്കാർക്ക് വളരെ സമ്മതമാണ്. തളിക്ഷേത്രം കത്തുമ്പോൾ സൗഹൃദ ഹിന്ദു മുസ്ലിം പാണകളാണ്. കത്തിക്കൊണ്ട് കുത്തി ഹിന്ദു മുസ്ലിം മരിക്കുമ്പോ ഇനി അരുതേ എന്ന് പറയേണ്ടത് ഹിന്ദുക്കൾ പറയുന്നത് പാണക്കാട് തങ്ങളെ. എന്നിട്ട് നീക്കും ഒന്നിക്കാൻ പാണക്കാട് തങ്ങളില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ബഹുമാനപ്പെട്ട സൈനുലമ പറഞ്ഞു, എങ്കിൽ ഇനി ഐക്യം പറഞ്ഞ് ഞങ്ങളെ നിങ്ങൾ സമീപിക്കണ്ട. ജ്ഞാനവിഷയം അന്നോ വിട്ടു, നമ്മൾ വേറെ കാര്യം ചർച്ച ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാണ് നമ്മൾ സമയം മെനക്കെടുക്കുന്നത്? കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഒരാഴ്ചയിപ്പോ പത്രക്കാർ ചോദിച്ചു, ഒരു പത്രസമ്മേളനം നടത്തുമ്പോ ജനാബ് അബൂബക്കർ മുസ്ലിയാരോട്, അല്ലെങ്കിൽ ഈ സുന്നിക്കാരും തമ്മിൽ ഒന്ന് ഐക്യപ്പെടാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി ആരും ഇടപെട്ട് നോക്കിയിരുന്നു എന്ന് പറയപ്പെട്ടല്ലോ, എന്താ ഇതിന കാര്യം? AP അബൂബക്കർ മുസ്ലിയാരുടെ മറുപടി, അത് ഒന്നിക്കാതിരിക്കാനുള്ള കാരണം അവർ വെച്ച ഡിമാൻഡ് അംഗീകരിക്കാൻ കഴിയില്ല. ആര് വെച്ച്? സുന്നി വെച്ച ഡിമാൻഡ് അംഗീകരിക്കാൻ കഴിയില്ല. എന്താ അവർ വെച്ച ഡിമാൻഡ്? അവർ പറയുന്നു, പണ്ഡിത സംഘടനകൾ ഒരുമിക്കാൻ വേണ്ടി നടത്തുന്ന ചർച്ചയുടെ മധ്യസ്ഥൻ രാഷ്ട്രീയ നേതാവായിരിക്കണം. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് ശരിയല്ലല്ലോ. എന്തിനാണ് പണ്ഡിത സഭയുടെ ചർച്ചയിൽ വരേണ്ട കാര്യം? രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പിണക്കം നന്നാക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാർ തമ്മിലുള്ള പിണക്കം തീർക്കാൻ എന്തിനാ രാഷ്ട്രീയക്കാർ? അതുകൊണ്ട് അവരുടെ ഡിമാൻഡ് അംഗീകരിക്കാൻ കഴിയില്ല. വിവരം തിരിഞ്ഞ രാഷ്ട്രീയ പത്രക്കാർ അവിടെയുണ്ട്. പത്രക്കാർ ചോദിച്ചു, ആരാണ് ആ രാഷ്ട്രീയ നേതാവ്? ആരാണ് ആ രാഷ്ട്രീയ നേതാവ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അവർ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനെയാണ് പറയുന്നത്, ഞങ്ങൾക്കത് സ്വീകാര്യമല്ല. പാണക്കാട് തങ്ങൾ പറഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, സമസ്ത പറഞ്ഞോ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾക്ക് ഒഴിവില്ലെങ്കിൽ ശംസുലമ പറഞ്ഞു, കൊരമ്പൽ കുഞ്ഞഹമ്മദാജി ആയിക്കോട്ടെ, അന്ന് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി കൊരമ്പയില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയിക്കോട്ടെ മുസ്ലിം ലീഗ് സമസ്ത പറഞ്ഞോ? അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞോ? പിന്നെ ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് അത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അതുകൊണ്ട് പാണക്കാട് തങ്ങളാവണം. അതേ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആണ് എന്നത് കുഴപ്പമില്ല, അത് ഒന്നുകൂടി മാറ്റി കൂട്ടുന്നതാണ്. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആവുക എന്നത് പാണക്കാട് തങ്ങൾക്കൊരു തിലകം തന്നെയാണ്. അതിന്റെ പേരിൽ അദ്ദേഹം മധ്യസ്ഥനാവാൻ പറ്റാത്ത മധ്യസ്ഥന് നിഷ്കപ്പെടുന്ന കാര്യമായി കൂടാ. ഇതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പത്രക്കാർ ചോദിച്ചു, ആ ആൾ ആരാ? പേര് പറയണം. അവസാനം അദ്ദേഹം പറഞ്ഞു, ശിഹാബ് തങ്ങളാണ്. എന്താ തങ്ങൾക്കുള്ള കുഴപ്പം? ശിഹാബ് തങ്ങൾ രാഷ്ട്രീയ നേതാവും പറ്റൂല. അപ്പൊ പത്രക്കാർ ചോദിച്ചു,
പത്രക്കാരൻ വിളവ് തിരിഞ്ഞ ആളാണ് എങ്കിൽ AP രണ്ടു കൂട്ടർക്കും സമ്മതനായ ഒരു മധ്യസ്ഥനെ, ഒരു മീഡിയേറ്റർ നിങ്ങൾ പറ, ഒരു മീഡിയേറ്റർ നിങ്ങൾ പറ. ആ സമയത്ത് AP പറഞ്ഞ മറുപടി, അതിന് പറ്റുന്ന മധ്യസ്ഥൻ ഉള്ളാൾ തങ്ങളാണ്, അതിന് പറ്റുന്ന മധ്യസ്ഥൻ ഉള്ളാൾ തങ്ങളാണ്. പത്രക്കാർ ചോദിച്ചു, അല്ല ഉള്ളാൾ തങ്ങളും കളമ്പാടിയും തമ്മിൽ ഒരുമിക്കാൻ ഒരു ചർച്ച നടത്തുമ്പോൾ ഉള്ളാൾ തങ്ങൾ അധ്യക്ഷനോ? വിരോധാഭാസമല്ലേ? ഉള്ളാൾ തങ്ങളും കാളമ്പാടി മുസ്ലിയാരും തമ്മിൽ ഒരുമിക്കാൻ വേണ്ടി ഒരു ചർച്ച നടത്തുമ്പോൾ അതിന്റെ അധ്യക്ഷൻ, അതിന്റെ മീഡിയേറ്റർ ഉള്ളാൾ തങ്ങളാവുന്നത് വിരോധാഭാസമല്ലേ? വിരോധാഭാസമാണെന്ന് AP തന്നെ അറിയാം. പക്ഷെ ഒരിക്കലും ഇത് ഐക്യപ്പെടുത്തുകൂടാ, ഒരിക്കലും ഇതൊന്നിച്ചുകൂടാ എന്നതിന്റെ പേരിലാണ് ഉള്ളാൾ തങ്ങൾ ഡിമാൻഡ് ജനാബ് AP വെക്കാനുള്ള കാരണം. അല്ലാതെ ഐക്യമല്ല. ബഹറിൽ മുസല്ലയിട്ട് വിരിച്ചാലും ഐക്യം എന്ന വചനം ആ രൂപത്തിൽ സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും പുതിയ മാളിയക്കൽ പൂക്കോയ തങ്ങളെയും ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാപ്പ തങ്ങളെയും ഈ മലയാളക്കരക്ക് വരദാമായി സമർപ്പിച്ചത് നദ്വത്തുൽ മുജാഹിദീൻ അല്ല, മതരാഷ്ട്രവാദിയായ ജമാഅത്തെ ഇസ്ലാമിയല്ല. ഈ കിട്ടുന്ന സമയത്ത് അരവെച്ച് ഇരിപ്പിടം കൈയാളാൻ വേണ്ടി ശ്രമിക്കുന്ന കാന്തമരം സുന്നിയല്ല. മറിച്ച് ഞങ്ങൾ സ്നേഹിക്കുന്ന കൊക്കിൽ ജീവിതകാലത്തോളം ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന പാണക്കാട് കുടുംബത്തെ ഈ മലയാളക്കരക്ക് പഠിപ്പിച്ചു തന്നത് അലിഫും ബാവും കുവച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോ ഉമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നതിന് ശേഷം ആത്മീയയുടെ നിറകുടം പഠിപ്പിച്ച സമസ്ത കേരളം ജമ്മിയത്തുള്ളമയാണ്. അതുകൊണ്ട് സമസ്തക്ക് അവകാശപ്പെടാം കേരള മുസ്ലിം സമുദായത്തിന്റെ സൗഹൃദത്തിന്റെ കാവൽ കുടുംബത്തെ. അത് സമസ്തക്ക് അവകാശപ്പെട്ടതാണ്. സമസ്ത പഠിപ്പിച്ചെടുക്കുന്നതുകൊണ്ടാണ് അതും വളർന്നു വന്നത്. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ആത്മീയപരമായ തേജസ്സും ഈ സാമൂഹികപരമായിരിക്കുന്ന മണ്ഡലത്തിൽ കേരള മുസ്ലിം സമുദായത്തിന് അഭിമാനിക്കാവുന്ന സൗഹൃദം കൊണ്ടുവന്നിട്ടുള്ള സമസ്ത കേരള ജമ്മിയത്തുലമയാണ്. അതിന്റെ ചരിത്രപരമായ പുസ്തകം കൊണ്ട് കാര്യങ്ങൾ ഈ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മതതീവ്രവാദത്തെയും ഭീകരവാദത്തെയും തുടച്ചു നീക്കാൻ കേരളത്തിലെ സമാധാനത്തിന് സന്ദേശമായി ഈ രക്ഷാ കവചം പോലെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം സമസ്ത കേരള ജമ്മിയത്തുലമയാണ്. ഈ പ്രസ്ഥാനം ഒരു ചെറുതല്ല, അതൊരു ചെറിയ സംഘടന അല്ല. ഇതിന് ആശയത്തിന്റെ പടക്കം 90-ഉമല്ല. ഇതിന് ആശയത്തിന്റെ പടക്കം 15 നൂറ്റാണ്ടാണ്. ലോകർബിന്റെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തെ മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചത് ഏതൊരാശയം മുന്നിൽ വെച്ചുകൊണ്ടാണോ ആ ആശയം തന്നെയാണ് കേരളത്തിലെ മുസ്ലിം സമസ്ത ജമ്മിയത്തുലമ പഠിപ്പിച്ചതെങ്കിൽ ആശയത്തിന്റെ പടക്കം 15 നൂറ്റാണ്ടാണ്. 90 വർഷം ഈ കേരളത്തിലെ ഉമ്മത്തിനെ വടുത്തുയർത്തിയത് ഒരു സംഘടനാ ചട്ടക്കൂടിനകത്തു നിന്നുകൊണ്ട് എല്ലാം സംരക്ഷിച്ചുകൊണ്ട് നിർത്തിയത് വിശുദ്ധിയോടെ സമസ്ത ജമ്മിയത്തുലമയാണ്. ആ സംഘടനയുടെ 90-ാം വാർഷിക സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി മാസം 11, 12, 13, 14 തീയതികളിൽ കോഴിക്കോട്ട് ആലപ്പുഴയിൽ കടപ്പുറത്ത് വെച്ചുകൊണ്ട് നടക്കുമ്പോ കോഴിക്കോട്ടെ കടപ്പുറത്തിനേക്കാൾ 5 ഇരട്ടി വലുപ്പമുള്ള ആലപ്പുഴക്കപ്പുറത്ത് ജനസാഗരം സൃഷ്ടിക്കുമ്പോ കേരളത്തിന്റെ മലയാളക്കര കാണാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മേളനം കാണാൻ പോകുമ്പോ അതിലൊരു ജലബിന്ദുവായി ലയിച്ചു ചേരാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ആ സമ്മേളനം കൊണ്ട് മലയാളത്തിന്റെ മണ്ണിൽ സമസ്തയുടെ പുതിയ ചരിത്രം രചിക്കാൻ വേണ്ടി പോവുകയാണ്. അതോടുകൂടി സമത്വ സമ്മേളനം നടത്തുന്നത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമസ്തയെ സേവിച്ച 40 വർഷക്കാലം കേരളത്തിന്റെ ഉമ്മത്തിന്റെ ദിശാബോധം തന്ന മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശംസുൽ ഉലമ പഠിപ്പിച്ച വഴിയാണ് ശരീഅത്ത് സംരക്ഷിക്കാനുള്ള വഴി. ശംസുൽ ഉലമ പഠിപ്പിച്ച വഴിയാണ് ക്രിസ്ത്യൻ മിഷനറിയെ ചെറുത്തു തോൽപ്പിക്കാനുള്ള വഴി. ശംസുൽ ഉലമ പഠിപ്പിച്ച വഴിയാണ് സംഘപരിവാർ ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം കഴുകട നൂലാമാലകളെ പൊട്ടിച്ചെറിയുന്ന ഇസ്ലാമിക പരമേക്കുന്ന കാഴ്ചപ്പാട് പഠിപ്പിച്ചു തന്നത്. ശംസുൽ പഠിച്ച വഴിയാണ് വിദഗ്ധകാരന്റെ ചീട്ടുകൊട്ടാരങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ആശയത്തിന്റെ കാമ്പും കാതലും കാത്തുസൂക്ഷിച്ച മഹാനായ ശംസുൽ ഉലമ.
സമാനമായി ലോകത്തൊരു മനുഷ്യനുണ്ടായിക്കൊള്ളണമെന്നില്ല. ലോക പണ്ഡിതന്മാരിൽ അഗ്രേസരനായ മഹാനായ പണ്ഡിത തേജസ് ശൈഖുനാ ശംസുൽ ഉലമ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 20 കൊല്ലം പൂർത്തിയാവുകയാണ്. 2 പതിറ്റാണ്ടിൽ ശംസുൽ ഉലമ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് ശംസുൽ ഉലമയുടെ പഴയകാല വീക്ഷണങ്ങൾ നവകേരളത്തോടും നവജനതയോടും പറയാം. ഇന്നത്തെ തലമുറ വായിച്ചെടുക്കാൻ ഓരോരോ ടോപ്പിക്കായി 10 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ അന്താരാഷ്ട്ര സെമിനാർ ഈ വരുന്ന 30-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയായി കോഴിക്കോട് ടാഗോർ പ്രചരണാർത്ഥവും ശൈഖുയുടെ വഫാത്തിന്റെ 20 ആണ്ട് പൂർത്തീകരിക്കുമ്പോൾ ശംസുൽ ഉലമയുടെ ലോകം എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പഠനാർഹമായിരിക്കുന്ന സെമിനാറിൽ രാവിലെ 9 മണിയോടുകൂടി നിങ്ങൾക്ക് കോഴിക്കോട് ടാഗോർ ഹാളിൽ ചെന്ന് ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാർ, ഡോക്ടർമാർ, വക്കീൽമാർ, നേതാക്കൾ, സാംസ്കാരിക നായകന്മാർ അവരെല്ലാം 10ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാനും പഠിക്കാനും ആ ശ്രമത്തിൽ പങ്കെടുക്കാനും രാവിലെ 9 കോഴിക്കോട് ടാഗോർ ഹാളിൽ എത്തിച്ചണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രഗത്ഭനായ പ്രഭാഷകൻ അബൂബക്കർ ഫൈസൽ മലയും അടക്കമുള്ളവർ വേദിയിലുള്ളതുകൊണ്ട് ഞാനെന്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.